ആ കുഞ്ഞ് വരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സഖിയാക്കി അള്ളാഹു നിശ്ചയിച്ച ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വത്തിലാണ്. കാരണം അവർക്ക് വേണ്ടി ആരോ വാങ്ങുന്നു. ആ കുഞ്ഞ് വന്നു. അങ്ങനെ ഖദീജ വളർത്തിയും വരുന്നു. അത്യാവശ്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയെ വേൾക്കുന്ന പ്രായമെത്തി. നബി തങ്ങൾക്ക് വയസ്സ് 25 വയസ്സായ നബിക്ക് 15 വയസ്സാകുമ്പോഴാണ് ഈ കുട്ടിയെ ഖദീജ റളിയല്ലാഹു അൻഹ സമ്മാനിക്കുന്നത്. അത് അടിമയാണ്. 25 വയസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ ആരുമല്ല. അടിമയായ ഒരു കുട്ടിയെ 15 വയസ്സായ ഒരു അടിമയെ സ്വന്തം മണവാട്ടി ഭർത്താവിന് സമ്മാനിക്കുന്നു. പരിചാരകനായി ഈ അടിമ നബിയുടെ അടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അടിമയെ കൊണ്ടുപോകാൻ ഈ അടിമയുടെ ബാപ്പായുടെ സ്വന്തം സഹോദരനുമാണ് മക്കത്തെ പള്ളിയിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഇന്ന് പറയാ. അന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ആളില്ല. മുഹമ്മദ് നബിയുമല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിൽ വരുന്നത്. സെയ്ദ് എവിടെ? ഇതാണ് അവർക്കറിയേണ്ടത്. സെയ്ദ് അവരെങ്ങനെ അറിഞ്ഞു? സെയ്ദ് ഇവിടെ നിന്ന് പോയ ഒരു സംഘത്തിന്റെ മുമ്പിൽ 2-3 കവിതകൾ ചൊല്ലി അയച്ചു. ഈ സെയ്ദ് അലിഖ്നി ഇലാ ഖൗമി വഇൻ കുന്തു നാഇയാ ബിഅന്നി തതീനുൽ ബൈതി ഇൻദൽ മശാഇരി ഫകുഫു മിനൽ വജ്ദിൽ ലദി ഖശജാകും വലാ തഅമലു ഫിൽ അർളി നസ്ഫൽ ലബാഇരി വഇന്നി ബിഹംദില്ലാഹി ഫീ ഖൈരി ഉസ്റതി കിറാമി മഅദ്ദിൻ കാബിറൻ ബഅദ കാബിരി. 2-3 വരികൾ. ഈ 2-3 വരികൾ എന്താ ഉള്ളത്? എന്റെ ഗോത്രക്കാരോടൊന്ന് വിവരം പറയുമോ നിങ്ങൾ യാത്രാസംഘമേ? ഞാനിവിടെ ഈ കഅബത്തിങ്കൽ താമസിക്കുന്നുണ്ട്. മശ്അറുൽ ഹറാമിന്റെ വീഥിയിൽ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് വിവരം പറയുമോ? ഈ വിവരം അറിഞ്ഞാൽ പൊറുതി കെട്ടുകൊണ്ട് നാട് മുഴുക്ക ഓടി നടന്നുകൊണ്ട് എന്നെ അന്വേഷിച്ച് നടക്കുന്ന എന്റെ പിതാവിനും എന്റെ മാതാവിനും കിടക്കാതെ തളർന്നുകൊണ്ട് കിടക്കുന്ന, നടക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ ഇന്നും കഴിഞ്ഞുകൂടുന്ന എന്റെ മാതാവിന് ഒരൽപ്പം സന്തോഷമാണ്. വാർത്താവിനിമയ ബന്ധമില്ലാത്ത കാലം, പത്രങ്ങളില്ലാത്ത കാലം. മോൻ പോയ ശേഷം ഉമ്മ തീരെ കിടപ്പിലാണ്, ഒന്ന് വരൂ എന്ന് പരസ്യം കൊടുക്കാനൊന്ന് പത്രമില്ല. ആരുടെയെങ്കിലും അടുക്കൽ എത്തിക്കാൻ മാർഗമില്ല. യാതൊരു വാർത്താവിനിമയ ബന്ധത്തിനും അന്ന് യാതൊരു മാർഗമില്ല. എന്നോ കാലത്ത് മക്കയിലേക്ക് വരുന്ന യാത്രാസംഘത്തിന്റെ മുമ്പിൽ തന്റെ നാട്ടുകാരാണെന്നറിഞ്ഞപ്പോൾ വിവരം കൊടുക്കുകയാണ് ഈ പുത്രൻ. 15 വയസ്സായ ചെറുപ്പക്കാരൻ വിവരം കൊടുക്കുന്നത്, ഞാനിതാ മുഹമ്മദ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്താണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് കഅബയുടെ സമീപത്ത് താമസിക്കുന്നു, മശ്അറുൽ ഹറാമിൽ. ഈ വിവരം കിട്ടിയാലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനോവേദനയിൽ നിന്നും വെടിഞ്ഞു നിൽക്കണം. നിങ്ങൾ നാശമുണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, മനസ്താപം കൊണ്ട് വിഷമിക്കരുത്. നിങ്ങൾ വെടിഞ്ഞു നിൽക്കണം. നിങ്ങൾ സഹനശക്തി പാലിച്ചു നിൽക്കണം. എനിക്കിവിടെ സുഖമാണ്. ഇന്നി ബിഹംദില്ലാഹി ഫീ ഖൈരി ഉസ്റതി കിറാമി മഅദ്ദിൻ കാബിറൻ ബഅദ കാബിരി. നല്ലൊരു കുടുംബത്തിലാണ് ഞാൻ. അല്ലാഹുവിന് സ്തുതി. ഞാൻ സുന്ദരമായ ഒരു കുടുംബത്തിലാണ്. മഅദ്ദിന്റെ മാന്യന്മാരായ മക്കൾ, സുന്ദരന്മാരായ മക്കൾ, ഈ സുന്ദരന്മാരായ പരിശുദ്ധരായ ബഹുമാന്യരായ കുലീനരായ മക്കളുടെ പരമ്പരയിൽ നല്ലൊരു കുടുംബത്തിലാണ് ഞാൻ ഇവിടെ കഴിയുന്നത്. എനിക്ക് സുഖമാണെന്ന വിവരം എന്റെ കുടുംബത്തെ ഒന്ന് അറിയിക്കുമോ എന്ന് യാത്രാസംഘത്തോട് വിവരമറിയുകയാണ്. പിതാവ് ലോകം മുഴുക്കെ തിരയുകയാണ് ഈ മകനെ. മലകൾ തിരയുന്നു, കുണ്ടുകൾ തിരയുന്നു, എല്ലാം തിരയുന്നു. ബക്കൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫുഇൽ അഹയ്യുൻ യുറജ്ജാ അമ്മ താദൂനഹുൽ അജൽ ഫവല്ലാഹി മാ അദ്രി വഇൻ കുന്തു സായിലാ അവലക സഹലുൽ അർളി അംവാലകൽ ജബൽ. എത്രയാണ് എന്റെ പൊന്നുമോൻ സയ്യിദിനെ ചൊല്ലി ഞാൻ കരഞ്ഞുകൂട്ടിയത്. എന്റെ കണ്ണുകൾ കലങ്ങിപ്പോയല്ലോ, കണ്ണുനീരുകൾ വരുന്നില്ലല്ലോ. ഞാൻ എത്രയോ കരഞ്ഞുപോയി എന്റെ സയ്യിദിനെ ചൊല്ലി. വലം അദ്രി മാ ഫുഇൽ, എന്ത് പറ്റിപ്പോയ എന്റെ കുഞ്ഞിന്, എന്തുണ്ട് എന്റെ കുഞ്ഞിന്റെ അവസ്ഥ, എനിക്കൊരു വിവരവുമില്ലല്ലോ. ഞാനാകെ വിഷമിച്ചു നടക്കുന്നു. വഇൻ കുന്തു നാഇയ ഫവല്ലാഹി മാ അദ്രി വഇൻ കുന്തു നാഇയ, ഞാനിങ്ങ് എവിടെയോ ദൂരത്താണെങ്കിലും എന്റെ കുഞ്ഞിനെ എനിക്ക് അടുത്ത് കിട്ടണം. വഇൻ കുന്തു സായില, ഞാൻ അന്വേഷിച്ചുകൊണ്ട് തിരഞ്ഞു നടക്കുകയാണെങ്കിലും എന്റെ കുഞ്ഞിനെ കുറിച്ച് എനിക്ക് വിവരമില്ലല്ലോ. എന്റെ പൊന്നുമോനെ, അവലക സഹലുൽ അർളി അംവാലകൽ ജബൽ, ഭൂമിയുടെ വല്ല അഗാധകൃത്യത്തിലും ആണ്ടിറങ്ങിപ്പോയി നീ നശിച്ചുപോയോ? വല്ല കുണ്ടിലും കയറിയിട്ട് വെള്ളം കിട്ടാത്ത ദാഹിച്ച് വലഞ്ഞിട്ട് നീ നശിച്ചുപോയോ? എനിക്കൊരു വിവരം കിട്ടിയാൽ മതിയായല്ലോ എന്റെ പൊന്നുമോനെ.
تذكرني الشمس عند طلوعها وتعريض ذكراه إذا قارب الطفل. സൂര്യൻ ഉദിക്കുമ്പോൾ എനിക്ക് എന്റെ പൊന്നുമോനെ കുറിച്ച സ്മരണ എന്റെ മനസ്സിൽ ഓടിയെത്തുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ, സന്ധ്യ മയങ്ങുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും എത്തുന്നു എന്റെ പൊന്നുമോൻ. ഞാൻ എന്ത് ചെയ്യും? രാത്രി ഉറങ്ങാൻ പറ്റുമോ? പകൽ പണിയെടുക്കാൻ പറ്റുമോ? പകലിൽ പ്രവേശിക്കുമ്പോഴേക്ക് എന്റെ മകന്റെ സ്മരണ, രാത്രിയിൽ കിടന്ന് വീട്ടിൽ കയറുമ്പോഴേക്ക് എന്റെ മകന്റെ സ്മരണ. രാവും സന്ധ്യയും ഒഴിവില്ലാതെ ഞാൻ കരഞ്ഞു കരഞ്ഞ് ലോകം മുഴുക്കെ നടക്കുകയാണ് എന്റെ മകനെ. വൈൻ ഹബ്ബത്തിൽ അർവാഹു ഹയ്യജിന ദിക്റഹു. കാറ്റുകൾ വന്നടിച്ചു വീശുമ്പോ എന്റെ മകന്റെ ഓർമ്മകൾ എന്റെ ഹൃദയത്തെ ആകെ മഥിച്ചുകൊണ്ടിരിക്കുന്നു, ഇളക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഹൃദയമാകെ കുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എവിടെയാണ് എന്റെ മകൻ? ഒന്ന് തിരിച്ചു വരുമോ മകന് എന്നറിയാതെ ലോകമുഴുക്കെ ഈ കവിതകൾ പാടിയിട്ട് ദൈവനെ ചൊല്ലി കരഞ്ഞ് പൊരിഞ്ഞ് വിഷമിച്ച് നടക്കുകയാണ് ആ പിതാവ്. ഈ പിതാവിന്റെ മുമ്പിലാണ് എന്ന പൊന്നുമകന്റെ വിവരം. കഅബത്തിങ്കലാണ് വിലാസമുണ്ട്, മശ്അറുൽ ഹറാമിങ്കലാണ് വിലാസമുണ്ട്. മഅദിന്റെ കുടുംബത്തെ അന്വേഷിച്ചാൽ മതി, വിലാസമുണ്ട്. ഈ വിലാസം തിരക്കി അന്വേഷിച്ചാൽ എന്നെ കണ്ടെത്താം എന്ന പിതാവിന്റെ ബുദ്ധിമാനായ മകന്റെ കവിതകൾ ചെല്ലുന്നത്, വിവരം ചെല്ലുന്നത്. സന്തോഷത്തോടുകൂടി ആ പിതാവ് ഒരുങ്ങി. പിതാവ് തന്റെ അനുജ സഹോദരനെയും കൂട്ടി കഅബിനെ, പിതാവിന്റെ പേര് ഹാരിസ, ഹാരിസ തന്റെ പിതാവും തന്റെ സഹോദരൻ കഅബും വന്ന് കഅബയെ അന്വേഷിച്ചു. കഅബയുടെ പരിസരത്ത് വന്നു. മഅദിന്റെ കുടുംബത്തിൽ പിന്തലമുറക്കാരെ അന്വേഷിച്ചു. മുഹമ്മദിന്റെ മകനാണ് സെയ്ദ്, മുഹമ്മദിന്റെ അടിമയാണ് സെയ്ദ്. ഈ സെയ്ദിനെ കുറിച്ചറിഞ്ഞു. അന്ന് മകനാകുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ പൊരുളാണ് ഞാനിവിടെ അനാവരണം ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ബാപ്പയും മകനും ഞങ്ങളുടെ മകനാണ് സെയ്ദ്. സെയ്ദ് എവിടെ? നിങ്ങൾ മാന്യന്മാരാണ്, മാന്യന്മാരായ പിതാക്കളുടെ മക്കളാണ്. നിങ്ങളുടെ ഉമ്മമാർ മാന്യകളാണ്, കുലീനകളാണ്. അതുകൊണ്ട് കുലീനകളായ മാതാക്കളുടെ കുടുംബത്തിൽ പിറന്ന പുന്നാര മോനെ, നിങ്ങൾ ഞങ്ങളോടൊരു ധാര കാണിക്കും. എന്ത് വേണമെങ്കിലും ഞങ്ങൾ തന്നേക്കാം. ദണ്ഡം നൽകാൻ പണമെമ്പാടും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് തന്നേക്കാം. ഞങ്ങളുടെ പൊന്നുമോനെ ഞങ്ങളുടെ കൂടെ വിടുമോ? ദണ്ഡം വാങ്ങിച്ചിട്ട് വിടുമോ? ഉദാഹരണം കാണിക്കുമോ? അടിമയാണ് ഈ മേടിക്കുന്നത്. 15 വയസ്സായ ചെറുപ്പക്കാരൻ. അള്ളാഹുവിന്റെ റസൂൽ അന്ന് നബിയല്ല, മുഹമ്മദ് അന്ന് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ ചെയ്യാൻ അവസരം തരാം. നിങ്ങൾ എനിക്ക് ദണ്ഡമൊന്നും തരേണ്ട. നിങ്ങൾ എന്റെ പൊന്നുമോനെ, നിങ്ങൾ എന്റെ സെയ്ദിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരാം. നിങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ അവനോട് ചോദിക്കൂ, അവന്റെ ഇഷ്ടം പോലെ നിങ്ങളുടെ കൂടെ പറഞ്ഞേക്കാം. സെയ്ദ് നബിയുടെ മുമ്പാകെ ഹാജരാക്കപ്പെട്ടു. സെയ്ദിനോട് നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ആരാണ് നിനക്കറിയൂലേ? അറിയൂ. ഇതാരാണ്? ഇതെന്റെ വാപ്പ, ഇതെന്റെ വാപ്പ. വാപ്പയും ആ മകനും വർഷങ്ങളോളം കഴിഞ്ഞിട്ട് കണ്ടുമുട്ടുന്നത് എത്ര കുരുന്നായിക്കൊണ്ട് മക്കയിൽ വന്നതാണ്. 15 വയസ്സ് പ്രായമായ ഈ കുഞ്ഞിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, അന്ന് റസൂലല്ലെങ്കിൽ പോലും ഖദീജയുടെ ഭർത്താവ് യജമാനൻ, ആ യജമാനന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇത് തങ്ങളാണ്, ഇത് വാപ്പയാണ്, ഇത് എളാപ്പയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് നിന്റെ വാപ്പയുടെയും എളാപ്പയുടെയും കൂടെ നാട്ടിൽ പോകണമോ? പോകാം, ഞാൻ വിട്ടുതരും. ഇവിടെ കഴിയണമെന്ന് തന്നെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്കതും സമ്മതം. നീ നിന്റെ ഇഷ്ടം പോലെ തരുന്നു. സ്വന്തം ഉടൽ പിറന്ന ആ മകനെ വാത്സല്യപൂർവ്വം വാരിയെടുക്കാൻ നിൽക്കുന്ന പിതാവ് തീർച്ചയായും പ്രതീക്ഷിച്ചു, എന്റെ കനിമകൻ എന്റെ കൂടെ പോരുമെന്ന്. പക്ഷേ ഇവിടെ നിന്ന് പോരാൻ, ഈ യജമാനിൽ നിന്ന് വിട്ടുപോരാൻ, ഇവിടേക്ക് ഈ കുടുംബത്തിൽ നിന്ന് വിട്ടുപോരാൻ, ഇവിടത്തെ വീട്ടിൽ നിന്ന് വിട്ടുപോരാൻ, എന്റെ മാതാവ് ഖദീജയിൽ നിന്ന് വിട്ടുപോരാൻ എനിക്ക് സാധ്യമല്ല. പിതാവിന്റെ മുഖത്ത് നോക്കി മകൻ പറഞ്ഞു. ഈ പിതാവിന്റെ നില എന്തായിരിക്കും? മാനസിക നില നിങ്ങളൊന്ന് നിരൂപിച്ചു നോക്കൂ. ആ പിതാവും പിതാവിന്റെ എളാപ്പയും സ്വന്തം മകനാൽ വളരെയധികം അപമാനിതമാക്കപ്പെടുകയാണ് മക്കയുടെ പരിസരത്ത് വെച്ച്, കാബയുടെ ചാരത്ത് വെച്ച്. സ്വന്തം മകനാണ് പറയുന്നത്, നിങ്ങൾ പാട്ടിന് പോയിക്കോളൂ, ഞാനിവിടെ കഴിയുന്നു. പിതാവ് ചോദിച്ചു, മോനെ, അടിമത്തമാണോ നിനക്കിഷ്ടം? അടിമയാകാനാണോ നിനക്കിഷ്ടം? പണിയെടുക്കാനാണോ നിനക്കിഷ്ടം? ഇവിടെ വിദേശത്ത് കഴിയാനാണോ നിനക്കിഷ്ടം? നിന്റെ ഉമ്മയെ കാണണ്ടേ? നിന്റെ ഉപ്പയുടെ കൂടെ പോരേണ്ടേ? കുടുംബത്തിലും നാട്ടിലും പോരുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഇവിടെ അടിമയായി കഴിഞ്ഞുകൂടുന്നതാണ്. ഈ മകൻ പറഞ്ഞു, തീർച്ചയായും എനിക്കിവിടുത്തെ അടിമത്തമാണ് ഇഷ്ടം. ഇവിടെ ഞാൻ അടിമയാണ്, ഈ അടിമയായി കഴിയുന്നതാണ് എനിക്കിഷ്ടം. ആ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ആ ജനങ്ങളുടെ മുൻപാകെ വെച്ചിട്ട് പ്രഖ്യാപിച്ചത്, ഇനി മുതൽ ഈ കാണുന്ന സെയ്ദ് എന്റെ മകനാണ്. അരിസുഹു വയരിസുനി, ഞാൻ അയാൾ അനന്തരമെടുക്കും, എന്നെ എന്റെ മകനും അനന്തരമെടുക്കും. നേരിൽ ഇയാൾ അടിമയല്ല, ഇയാൾ എന്റെ മകനാകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. അന്ന് മക്കളെ പ്രഖ്യാപിച്ചുകൊണ്ട് മക്കളാക്കാമായിരുന്നു. ദത്തുപുത്രൻ. ഈ പുത്രന്മാർക്ക് അനന്തരമെടുക്കുമായിരുന്നു. മകന്റെ എല്ലാ നിയമവും ഉണ്ടായിരുന്നു.
ഇസ്ലാം പിന്നീട് ദുർബലമാക്കി. ഇനി അങ്ങനെ ആർക്കും വളർത്തുപുത്രന്മാരെ വളർത്താമെന്നല്ലാതെ പുത്രന്മാർക്ക് നൽകുന്ന അധികാരങ്ങൾ നൽകാൻ അവകാശം നൽകുന്നില്ല. നൽകിയാൽ അത് സമ്മതിക്കത്തുമില്ല. ഇസ്ലാം അത് നിരോധിച്ചു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ മഹാത്മ്യം, നബിയാകുന്നതിന് മുമ്പുള്ള ചരിത്രം ഇതാണ്. ഈ സുന്ദരമായ കുടുംബം, മഅദിന്റെ കുടുംബം, നബിയുടെ 19ാമത്തെ പിതാമഹനാണ് മഅദ്. 20ാമത്തെ പിതാവ്, 19ാമത്തെ പിതാമഹൻ. അവിടെ നിന്ന് അങ്ങോട്ട് നബിയുടെ പിതാമഹന്മാരിൽ നമുക്ക് ഒരേ ഒരു പേരെ അറിയൂ, ഖണ്ഡിതമായി പറയാൻ അറിയൂ, അദ്നാൻ. മഅദ്ദുഹും അദ്നാനു തർതീബുഹും മാതാ ബിഹി തിബിയാനു. കഴിഞ്ഞു. അതിനപ്പുറം നമുക്ക് പറയാൻ നിവൃത്തിയില്ല. 20 ഉപ്പാപ്പമാർ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നവരിൽ വെച്ച് 19ാമത്തെ പിതാവായ മഅദിന്റെ കുടുംബം പരമ്പരാഗതമായി സുന്ദര കുടുംബമാണ്. ഈ കുടുംബത്തിലാണ് ആമിന ബീവിക്ക് പൊന്നോമന മകനായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത്. ജനനം സാധാരണമല്ല. ആർക്ക് സാധാരണമല്ല? പരിചയമുള്ളവർക്ക് സാധാരണമല്ല. പലരും പറയും അസാധാരണമാണെങ്കിൽ എല്ലാവരും അറിയണ്ടേ. എങ്ങനെ അറിയാൻ? ഒരു വീടിന്റെ അകത്ത് നടന്നിരിക്കുന്ന സംഭവം ആ വീടിന്റെ അകത്തുള്ളവരും പറഞ്ഞു കേൾക്കുന്നവരും അറിയും. അത്രയും ആളുകൾ അറിഞ്ഞ ആ സമൂഹം മുഴുക്ക അംഗീകരിച്ചു വരികയും ചെയ്യും. നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞ് പിറന്നപ്പോൾ അങ്ങനെയായിരുന്നു, നീ പിറന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, നീ ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. ആരാ പറയാറ്? നമ്മുടെ ഉമ്മ, അല്ലെങ്കിൽ ഉമ്മയുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ. ഇവർക്ക് അതറിയൂ. മുത്തുനബി ജനിക്കുമ്പോഴും ജനിക്കുന്ന നേരത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ മുഴുവൻ അങ്ങനെയാണ് അറിയുന്നത്. എന്താ കാണുന്നത്? ശാം മുഴുക്ക കാണുന്ന ശോഭ നബിയോടൊപ്പം ചേർന്ന് വീഴുന്നു. നബി തങ്ങൾ ഉദരത്തിൽ നിന്ന് വരും. പിന്നീടൊക്കെ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ആമിന ബീവിക്ക് നിരൂപിക്കാൻ കഴിയാത്ത വിധം ആമിന ബീവിയോട് ആരൊക്കെയോ എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മളും ഉൾക്കൊള്ളണം, നമുക്കും ബോധ്യമാകണമെന്ന് വന്നാലോ ചരിത്രം പഠിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ, ഹദീസ് വിശ്വസിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. യാതൊരു നിവൃത്തിയും വേറല്ല. ആമിന ബീവി അനുഭവിക്കുന്നു, നിങ്ങൾ പ്രസവിക്കുന്നത് ഈ ലോകത്തിന്റെ യജമാനനാണ്, ഈ ലോകത്തിന്റെ നായകനായി. സുന്ദരമായി പ്രസവിച്ചോ എന്ന് ആമിന ബീവി ശബ്ദം കേട്ടുകൊണ്ട് പ്രസവിച്ചാൽ ആ ശബ്ദം നമ്മൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല, മറ്റാരെങ്കിലും കേൾക്കണമെന്ന് പറഞ്ഞാലും സാധ്യമല്ല. പിന്നെ എങ്ങനെ അറിയും? അറിയാനുള്ള മാർഗം ആമിന ബീവി പറയുക തന്നെ, പറഞ്ഞതാരോ കേൾക്കുക തന്നെ, കേട്ടവർ ഉദ്ധരിക്കുക തന്നെ, ഉദ്ധരിച്ചവർ ഉദ്ധരിക്കുക തന്നെ, നമ്മിലേക്ക് ഉദ്ധരിക്കുക തന്നെ. നമ്മിലേക്കും ഉദ്ധരിക്കപ്പെട്ടു, നമ്മളും കേട്ടു. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അവിശ്വസിക്കേണ്ടവർക്ക് പക്ഷേ ന്യായമില്ല. വിശ്വസിക്കാനല്ലേ ന്യായമുള്ളൂ, നിരാകരിക്കാൻ എന്തുണ്ട് ന്യായം? അംഗീകരിക്കാനല്ലേ ന്യായമുള്ളൂ. അംഗീകരിക്കാതിരിക്കാൻ എന്തുണ്ട് ന്യായം? ഒരിക്കലും ന്യായമില്ല. ഇതുകൊണ്ടാണ് ലോകത്ത് മുത്തനബിയെ സ്നേഹിക്കുന്നവരും മുത്തനബിയെ അംഗീകരിക്കുന്നവരും മുഴുക്കെ ഈ കഥകൾ പരമ്പരകളിൽ അന്യൂനമാണ് എന്നൊന്നും നോക്കാതെ അങ്ങ് അംഗീകരിച്ചു വരുന്നു. അല്ലെങ്കിൽ ലോകത്ത് അങ്ങനെ ഒരു കഥയുണ്ട്, ഒരാളുടെ സ്ഥാനം പറയാൻ പരമ്പര അന്യൂനമായി വരണമെന്ന്. ലോകത്ത് അങ്ങനെ ഒരു നിയമമില്ല, ഇൽമിൽ അങ്ങനെ ഒരു നിയമമില്ല. ഒരാളുടെ സ്ഥാനമായിട്ട് സംഭവിക്കുന്ന എന്ത് കാര്യമുണ്ടോ അത് അന്യൂന പരമ്പരയിലൂടെ തെളിയണമെന്ന് ഒരു കിതാബിലും ഒരു ശാസ്ത്രത്തിലും. പിന്നെ ആരുണ്ടാക്കുന്ന അത് സ്വഹീഹായ ഹദീസ് വേണോ? അവിടെ ഹദീസിന്റെ സിഹത്ത് പ്രശ്നമല്ല. സ്വഹീഹ്, ലഈഫ്, ഹസൻ, മൗദൂഇ എന്നൊക്കെ ഹദീസിനെ തരംതിരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ തന്നെയാണ് പറയുന്നത്. ഒരാളുടെ സ്ഥാനമാനങ്ങളും പവറുകളും പറയുന്നിടത്ത് സ്വഹീഹോ ഹദീസ് ലഈഫോ മൗദൂഅോ നോക്കേണ്ട. പിന്നെ ഇവിടുന്ന് ആ സ്വഹീഹ് വേണം പറയുന്നത്. ഒരു കൂട്ടർക്ക് വെറുതെ അവനാന്റെ ഇഷ്ടപ്രകാരം, ഒരു കൂട്ടർക്ക് താൻ തോന്നിത്തമായിട്ടാണ് പറയാ സ്വഹീഹായ ഹദീസ് ഉണ്ടോ എങ്കിലേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നബിക്ക് വരുന്ന സ്ഥാനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ മനസ്സില്ല. അങ്ങനെ അവരിന്നോട്ടെ. എന്നോ മറ്റോ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഒരു കൂട്ടരോട് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അവരെന്നറിയോ? അഹ്ലു കിതാബ്. അഹ്ലു കിതാബിൽ നിന്നുള്ള കൂട്ടർക്ക് എല്ലാ അടയാളം കൊണ്ടും അറിയാം നബിയാണ്. പക്ഷേ അവർ അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? സാക്ഷാൽ ഹസദ് കൊണ്ട് മാത്രം അംഗീകരിച്ചു. ഖുർആൻ ചോദിച്ചു അമ്യഹ്സുദൂനന്നാസ്, മുത്തുനബിക്ക് നൽകപ്പെട്ട ഈ സ്ഥാനമാനങ്ങളും പദവികളും അംഗീകരിക്കാതിരിക്കാൻ എന്തിനിവർ നബിയോട് അസൂയ വെക്കണം? ഇതേ നമുക്കും പറയാനുള്ളൂ. നബിയോടൊരു കൂട്ടം ആളുകൾക്ക് അസൂയ. അവർക്ക് വേണോ ഹദീസ് സ്വഹീഹായി കിട്ടുക? എന്ത്? ആമിന ബീവി പ്രസവിച്ചപ്പം ശോഭയുണ്ടായിരുന്നു. ഹദീസ് വരണമെങ്കിൽ എത്ര കാലം കഴിയണം? പിന്നെ ആമിന ബീവി പ്രസവിച്ചിട്ട് 40 വർഷം പിന്നിട്ടിട്ട് വേണോ മുത്തുനബി തങ്ങൾ വരാനും മുത്തുനബി പറയുന്നത് ഹദീസാകാൻ? അല്ലെ പിന്നെ തന്റെ ജന്മകാലത്തുണ്ടായ സംഭവങ്ങൾ നബിതങ്ങൾ പറയണം. നബിതങ്ങൾ പറഞ്ഞാൽ, നബി ആയതിനു ശേഷം പറഞ്ഞാൽ അതും ഹദീസാവും. അല്ലെ? നബി ആയതിനു ശേഷം നബി പറയണമെങ്കിൽ നബിക്ക് അന്ന് താൻ പിറക്കുമ്പോ ശോഭയുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏറെ വിവരം
തന്റെ മാതാവ് ആമിന ബീവിക്കല്ലേ? ആമിന ബീവിക്ക് വേണ്ടിയല്ലേ ഈ ശോഭ? ലോകത്തിന് വേണ്ടിയല്ലേ ഈ ശോഭ? കണ്ടവർക്ക് വേണ്ടിയല്ലേ ഈ ശോഭ? അപ്പൊ കണ്ടവര് ആമിന ബീവി അനുഭവിച്ചവർ പറയണ ശോഭ. ഈ ശോഭ അവർ പറഞ്ഞാൽ അംഗീകരിക്കുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും പ്രയാസവും ഞങ്ങളുടെ ഒന്നും മനസ്സിനില്ല. ഞങ്ങൾക്കാർക്കും ഇടുക്കമില്ല, നബിയോട് പ്രതിഷേധമില്ല, നബിക്ക് അങ്ങനെ സ്ഥാനം ഉണ്ടായിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധിയുമില്ല, വാശിയുമില്ല. ഞങ്ങളത് അംഗീകരിക്കുന്നു. ഹദീസ് ബലമാകണമെന്നോ അതാരും പറഞ്ഞിട്ടില്ല. ഹദീസ് സ്വഹീഹാകണമെന്നോ ഒരു നിരൂപകരും അത് പറഞ്ഞിട്ടില്ല. ഒരു ഹദീസ് ശാസ്ത്രത്തിലും അതില്ല. സ്ഥാനമാനങ്ങൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ ആരെയാണ് ഒരു ഹദീസ് പറയുന്നതെങ്കിൽ സ്ഥാനമാനങ്ങൾ അംഗീകരിക്കപ്പെടാൻ സ്വഹീഹായ ഹദീസ് കൊണ്ടേ തെളിവെന്ന് ആരും പറഞ്ഞില്ല. ലോകത്തിന്റെ മുമ്പിൽ അള്ളാന്റെ നിയമമാണ് എന്ന് സ്ഥാപിച്ചു കൊടുക്കാൻ ഒരു നിയമത്തെക്കുറിച്ച് പറയണമെങ്കിൽ അത് സ്വഹീഹായ ഹദീസിലൂടെ വരണം എന്ന് നിയമമാണ്. സ്ഥാനമാനങ്ങൾ മുത്തനബിക്ക് അതുണ്ടായിരുന്നു, ശോഭയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് എന്തിനാ അത്ര വലിയ? അത് ഇടുക്കമുള്ളവർക്ക് അംഗീകരിക്കേണ്ട. ഇടുക്കമില്ലാതെ വിശാലമായ ഹൃദയം, ശറഹു സ്വദർ, ഹിദായത്ത് എന്നൊക്കെ അതിന് പറയാം. ഈ ഹിദായത്തുള്ള ഹൃദയങ്ങൾക്ക് സുന്ദരമായി ഇത് അംഗീകരിക്കാം. ആരോടും ഇടുക്കമില്ല. ഞങ്ങളത് അംഗീകരിക്കുന്നു. സുന്ദരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിച്ചു വീണു. മനുഷ്യരാശിയിൽ, മനുഷ്യ സമഷ്ടിയിൽ ഒരു വ്യക്തി അവിടെ ജനിക്കണം. മറക്കിരിക്കണം, മൂത്രമൊഴിക്കണം, വിയർപ്പൊഴുകണം, തിന്നണം, നടക്കണം, ഇരിക്കണം. അത്തരം ഒരു മനുഷ്യൻ, സാക്ഷാർത്ഥത്തിൽ മനുഷ്യൻ. ഈ അർത്ഥത്തിൽ മനുഷ്യനാണെങ്കിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസത്ത അതല്ല. ഇവിടെ മറക്കിരുന്ന നബിയെയല്ല നമ്മൾ വിശ്വസിക്കും. ഇന്നും ഹയാത്തിൽ കിടക്കുന്ന നബിയിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. ഇന്നും ഹയാത്തിലുള്ള നബിയിലാണ് ലോകത്തെ മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്. മരണപ്പെട്ട നബിയിലല്ല. പ്രവാചകർക്ക് മരണമില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാണ്. പ്രവാചകരുടെ പ്രഖ്യാപനം ജീവിക്കുകയാണ്. ഇന്നൊരാൾ മുസ്ലിമാകാൻ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുച്ചരിക്കണം. ഇന്നത്തെ ബാങ്ക് ശരിയാവാൻ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുച്ചരിക്കണം. ഇന്ന് ഖുത്ബ ശരിയാവാൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയണം. അള്ളാഹുവിന്റെ റസൂലിനെ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആയിരുന്നു എന്നല്ല അതിന്റെ അർത്ഥമാണെന്ന്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി തങ്ങൾ ഇന്നും റസൂലാകുന്നു എന്നാണ് ഒരു മനുഷ്യൻ മുസ്ലിമാകണമെങ്കിൽ പറയേണ്ടത്. പറയേണ്ട സ്ഥാനത്ത് ഒരാള് മുഹമ്മദ് നബി തങ്ങൾ റസൂലായിരുന്നു എന്ന് പറഞ്ഞു പോയാൽ ഇസ്ലാം കിട്ടില്ല. ഞങ്ങൾ മരിക്കാത്ത നബിയിൽ വിശ്വസിക്കുന്നു. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നു. നബിയുടെ സ്ഥാനം അംഗീകരിക്കുന്നവർ വിശ്വസിക്കുന്നു. ഖിയാമം വരെ മരിക്കാത്ത നബി, ഖിയാമം വരെ ജീവിച്ചിരിക്കുന്ന നബി, യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന നബി, യാ നബിയല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ ഉണർന്നിരിക്കുന്ന നബി, സല്ലല്ലാഹു അലൈഹി എന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന നബി, ആ നബിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈമാനില്ല, അല്ലെങ്കിൽ ഇസ്ലാം നടക്കൂല. ഒരാൾ മുസ്ലിമാകാൻ എന്താ പദം പറഞ്ഞു കൊടുക്കാം? ഏതെങ്കിലും ഒരു റസൂലായിരുന്നു എന്നതിൽ വിശ്വസിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഏത് പ്രവാചകരെയും പറയാമായിരുന്നു. എല്ലാ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചാലും മുസ്ലിമാകുമായിരുന്നു അതത് പ്രവാചകരുടെ കാലത്ത്. ഇനിമേൽ ഖിയാമം വരെ നബി തങ്ങൾ റസൂലായ ശേഷമുള്ള ഏത് മനുഷ്യനും വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയണം. ഇതെവിടെയാണ്? മരിക്കാത്ത പ്രവാചകർക്ക് മരണമില്ല. പ്രവാചകർ എന്ന വിശേഷണത്തോടുകൂടിയാണോ നമ്മൾ പറയുന്നതെങ്കിൽ മുത്തനബിക്ക് മരണമില്ല. മരണമില്ലാത്ത മുത്തനബിയിൽ വിശ്വസിച്ചിരിക്കുന്ന നമ്മോട് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവ്യക്തിത്വത്തെ എങ്ങനെ നമ്മൾ സാധാരണ മനുഷ്യരായി കണക്കാക്കുന്നു? ബയ്യ പ്രവാചക സത്ത ഇന്നും ജീവിക്കുന്നു. പ്രവാചക സത്ത മുമ്പും ഉണ്ടായിട്ടുണ്ട്, ആദം നബിക്ക് മുൻപും ഉണ്ടായിട്ടുണ്ട്, പ്രപഞ്ചത്തിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പോ പ്രപഞ്ചത്തിന് മുൻപേ അല്ലാഹു തആല പടച്ചുവെച്ച ആ തിരുസത്ത, പ്രപഞ്ചം അവശാദിക്കുന്നതെന്നോ അന്ന് വരെ നിലനിൽക്കുന്ന തിരുസത്ത, ഇനി അനന്തമായ കാലത്ത് സ്വർഗരാജ്യത്ത് രാജാവായി വിരാജിക്കുമ്പോൾ അനന്തമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന തിരുസത്ത, ആ തിരുസത്തയാണ് അല്ലാഹു തആല പടച്ച അല്ലാഹുവിന്റെ സൃഷ്ടിയുടെ ഭാഗമായ ഹഖീഖത്ത് മുഹമ്മദിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസത്ത. അതാണ് അവിടുത്തെ വ്യക്തി, അതാണ് അവിടുത്തെ രഷ്ടി, അതാണ് അവിടുത്തെ തിരുദാത്ത്. ഈ തിരുദാത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ തിരുദാത്ത് ആർക്ക് പറയാനുണ്ട്? ജീവിക്കുന്നവർ വീണ്ടും കാണാം, ജീവിക്കുന്നവർ വേറെയും കാണാം. പക്ഷെ അനന്തമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ സത്താ ലോകത്ത് സാധ്യമല്ല. എന്നാ പിന്നെ നബി മരിച്ചില്ല, മരിച്ചു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ കുളിപ്പിക്കുന്ന നബിയുടെ ദാത്താണ്, നമ്മൾ നിസ്കരിക്കുന്ന നബിയുടെ ദാത്താണ്, നമ്മൾ മണ്ണിനടിയിൽ കൊണ്ടുപോയി വെക്കുന്ന അവിടുത്തെ തിരുദാത്താണ്. ആ ദാത്തും പവിത്രം തന്നെ, ആ ദാത്തും ബഹുമാനമുള്ളത് തന്നെ. ആ തിരുദാത്തിനെയല്ല അഷ്റഫുൽ ഖൽഖിന്റെ തിരുസത്ത, തിരു തേജസ്, തിരുദാത്ത് എന്ന് നമ്മൾ പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി എന്നും പറയുമ്പോൾ കലാമായ ഖദീമിൽ അല്ലാഹു പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മാഹു
അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ആ മുഹമ്മദുർ റസൂലുള്ളാഹ് ഖദീമായ കലാമിലെ മുഹമ്മദുർ റസൂലുള്ളയാണ്. ഇനി ഖിയാമം വരെ വരാനിരിക്കുന്ന മുഴുവൻ ആളുകളും റസൂലുള്ളാഹ് എന്ന് ഓതേണ്ട മുഹമ്മദുർ റസൂലുള്ളയാണ്. ആ മുഹമ്മദുർ റസൂലുള്ളയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അർത്ഥത്തിൽ തിരു തേജസ് ഇന്നും നിലകൊള്ളുകയാണ്. ആ നബിയാണ് നമ്മൾ വിശ്വസിക്കുന്ന നബി. അതേസമയത്ത് ഈ ലോകത്ത് വന്ന് പ്രബോധനം ചെയ്ത് ഈ ലോകക്കാരോട് സംസാരിച്ച നബിയോ അത് ഈ തിരുസത്തക്ക് പദാർത്ഥ ലോകത്തിന്റെ ഭാഗമായി പെട്ടിയായി നടന്നുകൊടുത്ത തിരുശരീരം. ആ തിരുശരീരത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ശരി, ആ തിരുശരീരം മരിച്ചിട്ടുണ്ട്, ആ തിരുശരീരം വഫാത്തായിട്ടുണ്ട്, ആ തിരുശരീരം കണ്ണിൽ നിന്ന് അകന്നിട്ടുണ്ട്, ആ തിരുശരീരം മണ്ണിനടിയിൽ നിന്നും കിടക്കുന്നുണ്ട്, ആ തിരുശരീരം തിരുസത്തയോട് ബന്ധപ്പെട്ട് ഊർജ്ജസ്വലമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി അപ്പുറത്തേക്കുള്ള വിശ്വാസമാണ്. ഊർജ്ജസ്വലമായി തിരുസത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തിരുശരീരം അവിടുത്തെ തിരുഹുജറ ഷരീഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ബൗദ്ധികമായി വിശ്വസിക്കാവുന്നതല്ല, മതപരമായി വിശ്വസിക്കാവുന്നതാണ്. മതപരമായി വിശ്വസിക്കുന്ന വിശ്വാസപ്രകാരം അവിടുത്തെ തിരുശരീരത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടുന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തിരുശരീരത്തും അവിടുന്നും തമ്മിൽ വേർപെട്ടു പോയിരുന്നു. അതാണ് അവിടുത്തെ വഫാത്ത്, അതാണ് അവിടുത്തെ മൗത്ത്. ആ മൗത്ത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മൾ ശരിയാവില്ല, നമ്മളെ വിശ്വാസവും ശരിയാവില്ല. ആ മൗത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ മൗത്തിന് മുൻപ് അല്ലാഹു തആലാന്റെ ദീൻ പ്രബോധനം ചെയ്ത ആ തിരു വ്യക്തിയുടെ വ്യക്തിത്വമാണ് നമ്മൾ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് പിന്നൊന്ന് വെച്ചത്. മുത്തുനബി വ്യക്തിത്വം, വ്യക്തിയുടെ ഭാവം. ആ വ്യക്തിയുടെ ഭാവം എങ്ങനെ പറയാൻ? ആ വ്യക്തി എന്ന നിലക്കുള്ള ഭാവം എങ്ങനെ പറയാൻ? നമ്മളുമായി ബന്ധപ്പെട്ട ഭാവമാണ് നമുക്കിവിടെ പറയാൻ എളുപ്പം. അതാണ് സംഗതം. നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ ഭാവമാണെങ്കിൽ കാമിലായ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട വ്യക്തിത്വം എന്താണോ അത് തന്നെ കാമിലായ മനുഷ്യരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വം. സമ്പൂർണനായ ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട വ്യക്തിത്വം എന്താണോ ഇത് തന്നെ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം. സമ്പൂർണ്ണ മനുഷ്യൻ എങ്ങനെ വേണമോ, എങ്ങനെ ആയിരിക്കണമോ, എങ്ങനെ ആയോ ഇത് നബിയിൽ കാണാം, നബിയുടെ വ്യക്തിത്വത്തിലും കാണാം. ഇതും ഉദാത്തമാണ്, നിശ്ചലമാണ്, അനുഭവമാണ്. വേറൊന്നുകൊണ്ട് നമുക്ക് നിരൂപിക്കാൻ പറ്റൂല, ആ ഉപമകളെ കൊണ്ട് തിരിച്ചെടുക്കാനും പറ്റൂല. ഇതുപോലെ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ? സുന്ദരമായ വ്യക്തിത്വം, നമ്മൾ പകരേണ്ട വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് നമ്മൾ പറയാം. സ്വഭാവ രൂപീകരണങ്ങളിൽ നിന്ന് ലോകത്ത് മനുഷ്യകത്തെ പാകപ്പെടുത്തി അല്ലാഹു തആല ശരിയാക്കി വന്നയിടം മുതൽക്ക് ലോകത്ത് മനുഷ്യനെ സമ്പൂർണതയിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള സ്വഭാവങ്ങളിൽ നിന്ന് സുന്ദര സ്വഭാവം എന്ന് ഏവരാലും വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ വ്യക്തിത്വം. അത് തന്നെയാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന സ്വഭാവം. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും സുന്ദരമായ നല്ല സ്വഭാവങ്ങളെ, നല്ല വ്യക്തിത്വങ്ങളെ, ഈ വ്യക്തിത്വങ്ങളെ സമ്പൂർണമാക്കുവാൻ വേണ്ടിയാണ്, സ്വഭാവ ഗുണങ്ങളെ സമ്പൂർണമാക്കുവാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നോക്കൂ പ്രയോഗം. നബിക്ക് മുൻപേ രൂപപ്പെട്ടുവെന്ന, നബിക്ക് മുൻപ് തലമുറകളിലായി രൂപപ്പെട്ടു കഴിഞ്ഞ, എല്ലാ കാലത്തും നിലനിന്ന സ്വഭാവങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതായ സ്വഭാവം എന്തിനെക്കുറിച്ചൊക്കെ പറയുമോ അതൊക്കെ സമ്പൂർണമാക്കുവാനും കുറ്റമറ്റതാക്കി സമർപ്പിക്കുവാനുമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. നബിയായി രൂപീകരിച്ചെടുത്ത ഒരു സ്വഭാവമല്ല, നബിയെ രൂപീകരിച്ചെടുക്കപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു നബിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്. അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം ഏറ്റവും അറിയേണ്ടത് നബിയുടെ ഏറ്റവും അടുത്ത ഭാര്യയായ മണവാട്ടിയായ ആയിഷാ ബീവിക്കാണല്ലോ. ആയിഷാ ബീവിയോട് ചോദിക്കപ്പെട്ടപ്പോ മഹദി പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ എന്നാണ്. ആ ഉണ്ട്. എന്നാൽ ഖുർആനായിരുന്നു നബിയുടെ വ്യക്തിത്വം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഖുർആൻ എന്താണ്? ഖുർആൻ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അള്ളാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചിട്ടുണ്ട്, വല്ലാത്തൊരു മഹത്തായ സ്വഭാവം തന്നെ തങ്ങളുടെ സ്വഭാവം എന്ന്. നിശ്ചയം നബി പലർക്കും ശങ്കയുണ്ടാകും. അവിടുത്തെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം പലർക്കും ശങ്ക കാണാം, പലർക്കും അഭിപ്രായ വ്യത്യാസം കാണാം. കാലത്തിനൊക്കാത്ത സ്വഭാവം, അതൊക്കെ അന്നത്തെ കാലത്തേക്ക് യോജിച്ചു വന്നല്ലാതെ ഇന്നങ്ങനെയാണോ വേണ്ടത്? അന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞു വന്നല്ലാതെ ഇന്നങ്ങനെയാണോ വേണ്ടത്? ഇനിയുള്ള കാലത്ത് അങ്ങനെയാണോ വേണ്ടത് എന്ന് പലരും ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ട്. ഏറ്റവും അടുത്തൊരു ഉദാഹരണം പറയാം, മാസപ്പിറവി തന്നെ പറയാം. മാസപ്പിറവിയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പലരും പറയുന്നതാണ് അന്നത്തെ കാലത്തന്നെയാണ്. വാർത്താ മാധ്യമങ്ങളും വാർത്താ സംഗതികളൊക്കെ വിസ്ഫുലപ്പെടുന്നതിന് മുൻപ് അള്ളാന്റെ റസൂൽ ജീവിച്ചൊരു കാലത്ത് ഉമ്മത്തുൻ ഉമ്മിയ്യ, ഞങ്ങൾ ഉമ്മിയ്യത്തായ ഒരു കൂട്ടരാണ്,
നമുക്ക് എഴുത്തറിഞ്ഞൂടാ, കണക്കറിഞ്ഞൂടാ. അതന്നത്തെ കാലം. എഴുത്തും കണക്കും ഇന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ കണക്ക് നോക്കാം, ഞങ്ങൾ എഴുത്തു നോക്കാം എന്ന് പറയാൻ ചിലർക്ക് മടിയുണ്ടായില്ല. വല്ലാത്ത നാക്കല്ലേ, വല്ലാത്ത പ്രകൃതമല്ലേ? ഇതിനർത്ഥം എന്താണ്? ആ സ്വഭാവം മോശമായിരുന്നു. കണക്കറിയാത്ത സ്വഭാവം, എഴുത്തറിയാത്ത സ്വഭാവം, നബിക്കറിഞ്ഞുകൂടാതിരുന്ന ഉമ്മിയായ സ്വഭാവം. ഉമ്മിയായ അവിടുത്തെ വ്യക്തിത്വം ഒരല്പം മോശമായിരുന്നു. നമ്മളൊരല്പം ഉയർന്നിട്ടുണ്ട് അല്ലെ? നബി തങ്ങൾക്ക് അല്ലാഹു തആല 9 വിശേഷണങ്ങൾ നൽകുന്നതിൽ നിന്ന് റസൂൽ നബി എന്ന വിശേഷണം കഴിഞ്ഞ അല്ലാഹു തആല എടുത്തു പറയുന്ന വിശേഷണം അൽ ഉമ്മീന, الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിനെ വേദക്കാർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൂട്ടത്തിൽ റസൂൽ നബി എന്ന തിരുദൗത്യവുമായി ബന്ധപ്പെട്ട നബിയുടെ ഔദ്യോഗിക ബഹുമതിക്ക് പുറമെ നബിക്ക് ചാർത്തിക്കൊടുക്കുന്ന 1-ാം നമ്പർ വിശേഷണം അൽ ഉമ്മി, നിരക്ഷരരായ നബി എന്ന. ഈ നിരക്ഷരത സമ്പൂർണതയായിരുന്നു. ആ നിരക്ഷരതയായിരുന്നു നമുക്ക് ആവശ്യം. ഇന്നത്തെ സാക്ഷരതയേക്കാൾ എത്ര ഗംഭീരമായിരുന്നു, മഹത്തായിരുന്നു അന്നത്തെ നിരക്ഷരത, അവിടുത്തെ നിരക്ഷരത. മുത്തനബിയുടെ ഉമ്മീയത്തായ സ്വഭാവം, നബിയുടെ ഉമ്മീയായ വ്യക്തിത്വം, നബിയുടെ ഉമ്മീയായ വിശേഷണം ഇന്നത്തെ സാക്ഷരന്മാരായ അഭിനവ വിദ്യാഭ്യാസമുള്ള വലിയ പോത്തുകൾ എന്ന് പണ്ടാരോ വിശേഷിപ്പിച്ചതുപോലെ ഈ പോത്തു സ്വഭാവത്തെക്കാൾ എത്ര ഉയർന്ന സ്വഭാവമായിരുന്നു ഉമ്മിയായ നബിയുടെ സ്വഭാവം. ഈ ഉമ്മിയായ സ്വഭാവത്തെ ഇന്ന് ഇകഴ്ത്തി കാണിക്കുകയും നമ്മൾ അതിൽ നിന്നൊക്കെ കുറെ വളർന്നുപോയി, വലുതായിപ്പോയി, സമ്പൂർണമായി പോയി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ഏതാണ് കാമിൽ, ഏതാണ് കമാൽ എന്നറിയാമോ? അറിഞ്ഞുകൂടാ. ഏതാണ് മനുഷ്യകമെന്നറിയാമോ? അറിയൂല. അവിടെയാണ് അള്ളാഹുവിന്റെ സത്യത്തിന്റെയും അള്ളാഹു തആലാന്റെ നിശ്ചയമായ പ്രയോഗത്തിന്റെയും സാങ്കത്യം. ആരെന്ത് നിഷേധിച്ചാലും, ആരെക്കാലത്ത് നിഷേധിച്ചാലും, ആരൊക്കെ സംശയിച്ചാലും, ആരൊക്കെ സന്ദേഹിച്ചാലും തങ്ങളുടെ സ്വഭാവം തന്നെയാണ് മഹത്തായ സ്വഭാവം. ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ ഒരു സ്വഭാവം തന്നെയാണ് നബിയെ തങ്ങൾക്ക്. 24 മണിക്കൂർ ടിവിയുടെ മുൻപാകെ പോയിരുന്ന് ഏതോ ഒരു കളി, എന്ത് കളിയാണെന്ന് അല്ലാഹു അഅലം, 24 മണിക്കൂർ കാണുന്ന കളി. ഇന്നായത് വളരെ ചുരുങ്ങിയേക്കാണ്. ഈ അടുത്ത് EM ശ്രീധരൻ എന്ന EMSന്റെ മകന്റെ ഒരു ലേഖനം ആ കോളത്തിൽ കണ്ടപ്പോൾ ഞാൻ വായിച്ചു. ആ കോളം സാധാരണ അങ്ങ് മറിച്ചിട്ടുള്ളതാണ് പത്രം നോക്കുന്നത്. ഇത് മുന്നിലെ പേജിൽ നിന്ന് മറിക്കേണ്ടടുത്ത് നിന്ന് പിന്നിലെ പേജ് മുതൽ മറിച്ചു തുടങ്ങുന്നതാണ് ഇന്നത്തെ പത്രം വായന. ഈ പിന്നിലെ പേജിന് മറിച്ചാൽ പിന്നെ കാണുന്ന പേജ് നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. ഈ തലയെ കെട്ടിയവർക്കും താഴെ വെച്ചവർക്കൊന്നും വല്ല കാര്യമൊന്നും ഉണ്ടാവില്ല. അതിന്റെ അപ്പുറത്തെ പേജ് നോക്കിയാലും കാണൂല. 2-3 പേജ് ഏത് പത്രത്തിന്റെ പേജിൽ നോക്കിയാലും അതിൽ തലക്കെട്ട് വായിച്ചാൽ ഒന്നും കൊള്ളാവുന്നത് കാണൂല. EM ശ്രീധരന്റെ ഫോട്ടോ EM ശ്രീധരൻ ഒന്നും കണ്ടപ്പോ EMSന്റെ മകനാണെന്നോ എന്ന് വിചാരിച്ചിട്ടൊന്ന് വായിച്ചു നോക്കിയപ്പോ മഹാഭാഗ്യം നമുക്ക് പറയുന്നത് എന്താ, 962 കാലത്ത് മൂപ്പര് ഈ കളി കാണുന്ന കാലത്ത് 3 ദിവസമോ 4 ദിവസം ഒക്കെ ആയിരുന്നു ഈ കളി. ഒരടക്കണ തീരെ ഒരടി, പാട്ടിന്റെ ഒരടി എന്നൊക്കെ പറയണ പോലെ ഒരടി തീരില് ഒരു പ്രാവശ്യം നമ്മൾ കുട്ടിയും പറയും കളിച്ചുമ്പോണ്ടല്ലേ കോൽവാരി കളിച്ചുമ്പോ ഓടല്, ആ ഓടിനോടത്തെത്തി ആ ഒരു കളി കഴിഞ്ഞു. ആ ഒരു കളി കഴിയൽ എത്ര മണിക്കൂർ നിൽക്കും നമ്മളെ സാധാരണ കളിയിൽ? 1-2 മണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞു. കോട്ടി കളിക്കാൻ മനുഷ്യ, കോട്ടി കളിക്കുകയാണെങ്കിലോ കയ്യുമ്പക്ക് ഇങ്ങനെ അടിക്കുമല്ലോ മുടിച്ച്, ആ കയ്യുമ്പക്ക് അടിക്കുന്നിടത്തെത്തിയ കളി കഴിഞ്ഞു. അത് ഏതാണ്ട് മണിക്കൂർ കഴിഞ്ഞു. ഈ കളി ഒരു ഘട്ടം പൂർത്തിയാക്കണമെങ്കിൽ 62-ൽ മൂപ്പര് കാണുമ്പോ 3-4 ഒക്കെ ദിവസം പിടിക്കുന്ന ഒരു കളി തീരാ. അതിപ്പോ 24 മണിക്കൂറായി ചുരുങ്ങിപ്പോയിട്ടുണ്ട്. സന്തോഷം, അൽഹംദുലില്ലാഹ്. 24 മണിക്കൂർ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി, ഒരു കൂട്ടം കളിച്ചുകൊണ്ടിരിക്കുന്ന കളി, ഒരു കൂട്ടം വാ വിളിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന കളിയാ. പിന്നെ ഏതാ കാര്യം? പിന്നെ കാര്യം വേറുണ്ടോ? കാര്യവും കളിയും രണ്ടല്ലേ ഏത് സമൂഹത്തിലും? പിന്നെ കാര്യം എന്താണ് ഇവർക്ക്? ഈ വിനോദത്തിന്റെ കാലത്ത്, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇതൊന്നുമില്ല. അതുകൊണ്ട് നബിയുടെ സ്വഭാവത്തിന് അവിടെ ഒരു ലേശം കുറവുണ്ട്. ഇത്ര സുന്ദരമായൊരു കളി എന്തെല്ലോ അടക്കാതിയിലുള്ളതെന്നറിയാം, എന്തൊക്കെ പഠിക്കാനുണ്ട്. ഞാനിപ്പോഴത്തെ ഒരു ലേഖനം വായിച്ചു, ഒരു പുത്തൻവാദികളുടെ ഒരു വാരികയിലെ ലേഖനം. ഈ കളിനെ അവസാനത്തിലെത്തുമ്പോൾ വിമർശിക്കുന്നതാണ്. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞു നോക്കുമ്പോ അതിന്റെ ഒരു മഹിമ, എന്തോ ഒരു മഹിമ. ലോകത്ത് പഠിക്കേണ്ടത് മുഴുവൻ ഈ കളിയിലുണ്ട്. അതുകൊണ്ട് അത്ര ജനകീയമായത് ഈ കളിയാണ്. എല്ലാവരും കാണാനും എല്ലാവർക്കും ആനന്ദം പകരാനും കാണാനെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കളിയിൽ എന്തോ ഒന്നുണ്ട്. അടക്കവും പറയലും നിയന്ത്രണവും എല്ലാം ഇതിന്ന് പഠിക്കാണ്. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് അറിയുമായിരുന്നില്ല. ഇത് കുറവല്ല, ഇത് അറിയുമായിരുന്നില്ല എന്നത് കമാലാണ് അന്ന് കാണുന്നത്.
ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം എത്ര പുരോഗമിച്ചാലും പുതുതായി വന്ന നമ്മുടെ വിവരങ്ങളും അറിവുകളും ഒക്കെ ഏറ്റവും വലിയ താഴ്ചയാണ്. ഇതുപോലത്തെ ചില വിനോദങ്ങൾ അന്നും ഉണ്ടായിരുന്നു. അല്ലാഹു തആല അന്നതിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അറിയോ? വവജദക ളാല്ലം ഫഹദാ. നബിയെ, തങ്ങളെ ളാല്ലായിട്ട് അല്ലാഹു തആല എത്തിച്ച ആ കാലത്ത് തങ്ങളെ അല്ലാഹു ഹിദായത്തിലേക്ക് ചേർത്തു വന്നാണ്. എന്തായിരുന്നു ളാല്ലായത്? അള്ളാന്റെ റസൂലിന് 2 പ്രാവശ്യം ഒരു ചതി സംഭവിച്ചു. റസൂലല്ലാന്ന്, നബിയല്ലാന്ന്, സാധാരണ ആമിന റളിയല്ലാഹു അൻഹ പ്രസവിച്ച ഇവരൊക്കെ പറയുന്ന മുഹമ്മദ് അല്ല, നാട്ടുകാർക്ക് അമീന. അന്നും സ്ഥാനപ്പേരാണ് നബി. മുഹമ്മദ് എന്ന് വിളിക്കുന്നവർ വളരെ കമ്മിയാണ് അല്ലാന്റെ റസൂലിന്. അമീനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ ഓരത്ത് എവിടെയോ ഒരു മലയിൽ ആട് മേച്ചിരിക്കുകയാണ്. ആട് മേച്ചിരിക്കുമ്പോ തന്റെ കൂടെ മേഘാനിരിക്കുന്ന ഒരു മേക്കാരൻ, സഹകാരി, ഈ സഹകാരിയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കുട്ടിയായ ആ സഹകാരിയോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഒരല്പം നാട്ടിലിറങ്ങി വരട്ടെ, എനിക്ക് വല്ലാത്ത മുഷ്പ്, മനസ്സിലൊരു പ്രയാസം, അപ്പൊ ഒരു ലേശം വിനോദം കണ്ടുവരണം, ഞാൻ പെട്ടെന്ന് ഇങ്ങെത്തിക്കളയാം, ലേശം മനോവിഷമം, ആ മനസ്താപം തീർക്കാൻ, മനസ്സിന്റെ വിഷമം തീർക്കാൻ ഈ തുണക്കാരനോട് പറഞ്ഞിട്ട് നബി തങ്ങൾ ഇറങ്ങി വന്നു. എന്തിനാ പോരുന്നത്? ഉല്ലാസത്തിന്, സംഗീതം കേൾക്കാൻ, ശബ്ദം കേൾക്കാൻ, പാട്ട് കേൾക്കാൻ, രസിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയല്ല, മുഹമ്മദ് എന്ന് പറയുന്നതായിരിക്കും ശരി. ഇറങ്ങി വരും. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ മലയിടുക്കിൽ നിന്നും കഴിഞ്ഞ് നാട്ടിലെത്തുന്നതിന് മുൻപ് ഒന്നാമത്തെ വീട്ടിൽ തന്നെ വല്ലാത്ത കല്യാണം, ഗംഭീര കല്യാണം. ഈ കല്യാണത്തോട് ഒത്തുണ്ടെന്തെന്നറിയോ? നേരം വെളുക്കോളം ദഫ് മുട്ടിയിട്ട് ആടിക്കളിച്ച് പാടുന്ന ഒരു വിനോദം. ദഫും മുട്ടി അതിന്റെ ഒപ്പം വീണയുണ്ടാവും. കേവലം ദഫായിരുന്നെങ്കിൽ സഹിക്കാമായിരുന്നു, അത് ഹറാമല്ല. ദഫിന്റെ ഒപ്പം വീണയും ദഫുമുള്ള നല്ല കളി, കല്യാണത്തിന് നേരം രാത്രി മുഴുക്കെ. 14 നൂറ്റാണ്ട് മുൻപ് മാത്രമല്ല, അതിന്റെ അപ്പുറം നബിയാകുന്ന കുട്ടിക്കാലത്തെ കല്യാണം. നമ്മളെ മൈലാഞ്ചി കല്യാണത്തിന് എന്തൊരു സാക്ഷരതന്റെ മുഖമുള്ളത്. ഏറ്റവും അജ്ഞാതമായ ജാഹിലിയ്യത്തിന്റെ കാലത്തുള്ള അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു വേഷമോ ഒരു മുഖോ ഇതിനില്ല. രാത്രി മുഴുക്കേ ആടുക, പാടുക, ദഫ് മുട്ടുക, വീപ്പി വിളിക്കുക, കൊയല് വിളിക്കുക, അങ്ങനെ രാത്രി മുഴുക്കെ. പിറ്റേന്ന് കല്യാണം. ഈ കല്യാണ പരിപാടിയുടെ സമീപത്ത് നബിതങ്ങൾ എത്തിയപ്പോ നബിതങ്ങൾ ഇത് കാണാൻ വേണ്ടിയിരുന്നു, മനസ്താപം തീർക്കാൻ. നബിയല്ല എന്ന്, കുട്ടിയായ നബി അവിടെ കാണാൻ വേണ്ടി ഇരുന്നപ്പോഴേക്ക് അതാ പെട്ടെന്ന് കണ്ണിൽ ഉറക്കം, കണ്ണങ്ങടഞ്ഞു, പിന്നെ ഉറക്കം. നബിയുടെ കണ്ണിൽ അത് കാണുന്നില്ല. ശബ്ദം കേട്ടതിന്റെ അടുത്തെത്തിയിട്ട് നോക്കാനിരുന്നേ ഉള്ളൂ, ഒരൊറ്റ നോട്ടം. ആ നോട്ടത്തോടുകൂടെ കണ്ണിൽ ഇരുട്ട് പരന്നു, കണ്ണുറങ്ങി. നബി ഉറങ്ങിയിട്ട് ഉണർന്നു നോക്കുമ്പോ ഹർറുശം, നബി സൂര്യന്റെ ചൂടേറ്റ് താപമേറ്റ്, നല്ലോ ചൂട് പിടിച്ച സൂര്യന്റെ താപമേറ്റിട്ടാ നബി ഉണർന്നത്. പകല് പരവര വെളുക്കുവോളം, സൂര്യൻ ഉദിച്ച് വെയിൽ ചൂടാവോളം നബി അങ്ങ് ഉറങ്ങിപ്പോയി. തുണക്കാരന്റെ അടുത്ത് ചെന്നു, എന്താ സന്തോഷായില്ലെന്നല്ലേ? പറയണ്ട, ഇന്നലെ രാത്രി മനസ്താപം തീർക്കാൻ പോയി, നല്ല കുശാല ഒരു കല്യാണ സദസ്സ് കിട്ടി, നോക്കാൻ വേണ്ടി ഇരുന്നപ്പോഴേക്ക് ഒറ്റയടി ഇരുട്ടങ്ങ് കയറി, ഞാനങ്ങ് ഉറങ്ങിയെന്ന് പറഞ്ഞു. കഴിഞ്ഞു വന്ന് 2ാമത് പ്രാവശ്യവും മനസ്താപം. ഈ മനസ്താപം വന്നപ്പോഴും അന്നത്തെ പോലെ തന്നെ കൂട്ടുകാരനോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കൂ, ഞാൻ പോയി വരട്ടെ. അന്നും അതുപോലെ വേറൊരു കല്യാണ വീട്ടിൽ വിനോദം കാണാൻ നബി തങ്ങൾ കണ്ണൊന്ന് തിരിച്ചേ ഉള്ളൂ, കണ്ണിലിരുട്ട് കയറി, നബി ഉറങ്ങി, സൂര്യന്റെ താപമേറ്റാണ് നബി ഉണർന്നത്. ഖുർആൻ പറഞ്ഞു, വവജദക ളാല്ലം ഫഹദാ. പണ്ട് ബാല്യകാലത്ത്, പണ്ട് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, ആട് മേച്ചിരിക്കുന്ന കാലത്ത് വഴിതെറ്റിപ്പോകുന്നവരുടെ വഴിതെറ്റിയ ജീവിതത്തോടൊരൽപ്പം അനുഭാവം തങ്ങൾക്ക് തോന്നിയിട്ട് അങ്ങോട്ട് ചായാൻ ഭാവത്തിൽ തങ്ങളെ അല്ലാഹു തആല എത്തിച്ചില്ലേ പ്രകൃതിയിൽ? ഫഹദാ. പക്ഷെ അതിന് അല്ലാഹു സമ്മതിച്ചില്ല. അല്ലാഹു തങ്ങളെ നൽവീതിയിലേക്ക് തിരിച്ചു. അല്ലാഹു തആല പിന്നീട് അനുസ്മരിപ്പിച്ചുകൊണ്ട് എടുത്തു പറയുന്നത് ഈ സംഭവത്തെ പ്രതിയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു. നോക്കൂ, കളി ഇത് കുറവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് റസൂലുള്ളാഹിനെ അല്ലാഹു തിരുത്തിയിട്ട് ഹിദായത്തിലാക്കി എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നതാണ് രാവ് മുഴുക്ക നീണ്ടു നിൽക്കുന്ന വിനോദം. ഇത് ളലാലാണ്, ശരിയല്ല, രുജുവായ മാർഗമല്ല, ശരിയായ പന്ഥാവല്ല, വഴികേടാണ്. തങ്ങളെ അല്ലാഹു തആല സംസ്കരിച്ച് അവിടത്തെ വ്യക്തിത്വം രൂപീകരിച്ചു വരുന്ന രൂപമാണ്. അള്ളാഹു സംസ്കരിച്ച് രൂപീകരിച്ചെടുത്ത വ്യക്തിത്വമാണ്, വളർത്തിയെടുത്ത വ്യക്തിത്വമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം.
ഈ വ്യക്തിത്വം വിനോദങ്ങളോട് തൽപരതയുണ്ടായിരുന്നതും കളിതമാശകളോട് തൽപരതയുണ്ടായിരുന്നതും അനാവശ്യമായ കളിയാണ്, തമാശയാണെന്ന് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു തിരിച്ചു വളർത്തിക്കൊണ്ടുവരുന്നു. ബാല്യകാലത്ത് തന്നെ പ്രവാചകരാകുന്നതിന് മുമ്പ്, നബുവത്ത് വരുന്നതിന് മുൻപ്, വഹി വരുന്നതിന് മുൻപ് വെറും ആമിനയുടെ മകൻ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ആ കാലത്ത് നിൽക്കുന്ന കാലത്ത് അല്ലാഹു തആല വളർത്തിയെടുക്കുന്ന രൂപം ഇതാണെങ്കിൽ അല്ലാഹു തആല വളർത്തിയെടുക്കുന്ന ഈ വ്യക്തിത്വം എത്ര അന്യൂനമാണ്, എത്ര ആശ്ചര്യകരമാണ്. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞുകാലത്തെ ജീവിതത്തെക്കുറിച്ച് അബൂ ത്വാലിബ് തന്റെ സഹോദരൻ അബ്ബാസിന് വിവരിച്ചു കൊടുക്കുകയാണ്. അബൂ ത്വാലിബ് റസൂലുള്ളാഹിന്റെ ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരനാണ്. ബാപ്പയൊത്ത മറ്റൊരു സഹോദരനാണ് അബ്ബാസ്. അബ്ബാസ് എന്നവർക്ക് അബൂ ത്വാലിബ് എന്നവർ വിവരിച്ചു കൊടുക്കുകയാണ്. അബൂ ത്വാലിബ്, എന്താണ് നിങ്ങളുടെ കുഞ്ഞെന്നറിയൂ അബ്ബാസ്? നിങ്ങളുടെ കുഞ്ഞ് വല്ലാത്ത കുഞ്ഞാണ്. ഈ കുഞ്ഞിൽ ഞാൻ കണ്ടുകൂട്ടിയിട്ടുള്ള പുതുമകളും കൗതുകങ്ങളും മുഴുക്കെ നിന്നോട് പറഞ്ഞാൽ ഈ കുഞ്ഞ് എവിടെയാണ്, നമ്മുടെ കൂട്ടത്തിൽ എങ്ങനെ വന്നു ഈ കുഞ്ഞ് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഈ കുഞ്ഞിനോട് ഒരിക്കൽ കുഞ്ഞുകാലത്ത് എന്റെ കൂടെ വളരുമ്പോൾ 8 വയസ്സ് കാലത്താണ് അബൂ ത്വാലിബിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ വരുന്നത്. 8 വയസ്സായപ്പോഴേക്ക് അബ്ദുൽ മുത്തലിബ് വഫാത്തായിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ ശേഷം 8 വയസ്സായ ഈ കുരുന്നിന് ഞാൻ കൽപ്പിച്ചുകൂട്ടി എന്റെ കൂടെ ഇരുത്തുകയും എന്റെ കൂടെ വളർത്തുകയും എന്റെ കൂടെ ഭക്ഷിപ്പിക്കുകയും എന്റെ കൂടെ കിടത്തുകയും ചെയ്തുകൊണ്ടാണ് സംരക്ഷിച്ചു വന്നത്. അങ്ങനെ സംരക്ഷിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്റെ കുഞ്ഞിനോട് നടാടെ എന്റെ കൂടെ കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വസ്ത്രം ഉരിഞ്ഞു വെക്കൂ, വസ്ത്രം അഴിച്ചു വെക്കൂ, എന്നിട്ട് എന്റെ കൂടെ കട്ടിലിൽ കിടക്കൂ. എന്റെ കുട്ടി കൂട്ടാക്കിയില്ല വസ്ത്രം ഉരിഞ്ഞു വെക്കാൻ. ആ കുഞ്ഞിന്റെ മേനി കാണുന്നതും ശരീരം കാണുന്നതും കുഞ്ഞിന് നാണം, ലജ്ജ. എന്നോട് പറഞ്ഞു, എന്റെ വാപ്പ ഒന്ന് മാറിക്കിടക്കൂ, എന്റെ അമ്മ ഒന്ന് മാറിക്കിടക്കൂ, കണ്ണൊന്ന് അങ്ങോട്ട് തിരിക്കൂ, ഞാൻ അഴിക്കാം. വേറൊരു മാർഗം അവിടെ ഇല്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. എന്റെ കുട്ടി കുപ്പായം കഴിച്ചിട്ടു, വസ്ത്രം അഴിച്ചിട്ടു, ഉരിഞ്ഞു വെച്ചിട്ട് എന്റെ കൂടെ കട്ടിലിൽ കയറി കിടന്നു. കട്ടിലിൽ കയറിയിട്ട് ഞാൻ എന്റെ കുഞ്ഞിനെ വരിഞ്ഞു മുറുക്കി എന്റെ ചാരത്തേക്ക് അടുപ്പിച്ച് ഒട്ടിച്ചു കിടത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കുഞ്ഞിന്റെയും എന്റെയും ഇടയിൽ അതിലോലകമായ സുഗന്ധം വമിക്കുന്ന സുന്ദരമായ ഒരു വസ്ത്രം, സുന്ദരമായ ആ കുഞ്ഞിനെ പൊതിഞ്ഞിരിക്കുന്നു. എവിടെ നിന്ന് കിട്ടി ഈ കുഞ്ഞിന് ഈ വസ്ത്രം? എങ്ങനെ വന്നു ഈ കുഞ്ഞിന് ഈ വസ്ത്രം? അറിഞ്ഞുകൂടാ. ഒരിക്കലും ഈ കുട്ടി നഗ്നമായ മേനിയോടുകൂടെ, എനിക്ക് തൊടാവുന്ന മേനിയോടുകൂടെ, എനിക്ക് പിടിക്കാവുന്ന മേനിയോടുകൂടെ, ഇഴുകിച്ചേരാവുന്ന മേനിയോടുകൂടെ എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ടില്ല. നോക്കൂ, ഈ വ്യക്തിത്വത്തെ അല്ലാഹു തആല രൂപീകരിച്ചു വരുന്നത്. ഒരാൾക്ക് മുൻപിൽ അവിടത്തെ കുപ്പായം അഴിച്ചിട്ടുകൊണ്ടും വസ്ത്രം അഴിച്ചിട്ടുകൊണ്ടും കുഞ്ഞുകാലത്ത് പോലും നിൽക്കാൻ അല്ലാഹു തആല അനുവദിച്ചിട്ടില്ല. കഅബം പടുത്ത് വളർത്തുന്ന കാലത്ത് നബി തങ്ങൾ വസ്ത്രം അഴിച്ചിട്ട് ചെറിയ കുഞ്ഞായിരുന്ന നബിയുടെ പെരടിയിൽ വെച്ചതും പെരടിയിൽ വെക്കാൻ വേണ്ടി നിന്നതും അസമയം നബി ബോധം കെട്ടി വീണതുമായ കഥ കുഞ്ഞുകുട്ടികളുടെ പാഠബുക്കിൽ പോലും നമ്മൾ പഠിപ്പിച്ചു വരുന്നതാണ്. നഗ്നത വെളിപ്പെടുത്താൻ പഠിപ്പിക്കാത്ത നബി, എങ്ങനെയും വളർത്തിക്കൊണ്ടുവന്ന നബി, നബിയായ ശേഷവും അല്ലാഹു തആല സംസ്കാരം പഠിപ്പിക്കുകയല്ലേ. കൈഫ യുഫ്ലിഹു ഖൗമുൻ ഖളബൂ വജ്ഹ നബിയ്യിഹിം എന്ന് വേദന കൊണ്ട് വികാരപരമായി സഹിക്കവയ്യാതെ വന്നപ്പോൾ സ്വാഭാവികമായ നബി തങ്ങൾ പ്രതികരിച്ചു പോയി. ഒരിക്കൽ ഉഹദ് യുദ്ധമാണല്ലോ അള്ളാഹുവിന്റെ റസൂലിന്റെ രംഗം. ഉഹദ് യുദ്ധത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പീഡനങ്ങളും പ്രയാസങ്ങളും എത്രയാണ്. ലഖദ് ഉത്തിഅ ളഹ്റുക വകുസിറത റബായതുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആ അനുസ്മരണ കൂട്ടത്തിൽ പറഞ്ഞു, അവിടത്തെ മുതുകിനെ ചവിട്ടേറ്റിട്ടുണ്ട്. വൗദമിയ വജുഹു, അവിടത്തെ മുഖത്തിന് രക്തം ചിന്തപ്പെട്ടിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട്. വകുസിറത റബായതുക, അവിടത്തെ മുന്നിലെ പല്ല് തെറിച്ചു പോയിട്ടുണ്ട്, പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നബിതങ്ങൾക്ക് സംഭവിച്ച, നബിതങ്ങളുടെ ശരീരത്തിൽ ആയുധത്തിന്റെ വട്ടക്കണ്ണി വരെ തുളഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ധാരയായി രക്തം ഒഴുകിക്കൊണ്ട് നബി അത് തുടച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞുപോയി, കൈഫ യുഫ്ലിഹു ഖൗമുൻ ഖളബൂ വജ്ഹ നബിയ്യിഹിം. അവരേക്ക് അയക്കപ്പെട്ട ഒരു പ്രവാചകന്റെ മുഖം ആകെ ചെഞ്ചാരയിൽ കുളിപ്പിച്ചിരിക്കുന്ന ഒരു ജനത എങ്ങനെ നഷ്ടപ്പെടുമെന്ന്, എങ്ങനെ വിജയിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ വികാരം കൊണ്ട് പറഞ്ഞു പോയതാണ്. കുഫാറിനെ കുറിച്ച്, മക്കയിലെ തന്റെ ഖുറൈശ് വർഗത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതെന്താ? ലൈസ ലക മിനൽ അംരി ശൈ, മിണ്ടിപ്പോകരുത്. അങ്ങനെയൊന്നും പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അങ്ങേക്കറിയില്ല ആരാണ് വിജയിക്കുക, ആരാണ് വിജയിക്കാതിരിക്കുക എന്ന്. അങ്ങേക്ക് ഞാൻ വിവരിച്ചു തരുമ്പോൾ അതറിയും. നിങ്ങളെ മുഖം വിവർണമാക്കിയ, മുഖം ചെഞ്ചോരയിൽ മുക്കിയ ഈ കൂട്ടരിൽ അങ്ങേക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ ദീനനെ സഹായിക്കേണ്ട എത്രയോ മഹാന്മാരുണ്ട്. അതുകൊണ്ട് ആ മഹാന്മാരെ അങ്ങ് ശപിക്കരുത്. ശപിക്കുന്നത് ശരിയല്ല. ലൈസ ലക മിനൽ അംരി ശൈ, വരാക്കാരം തങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ, ഞാൻ വിവരിച്ചു വരുന്നതല്ലേ എന്നല്ലാഹു. പ്രവാചകരായ ശേഷമുള്ള അള്ളാഹുവിന്റെ വളർത്തലാണ്.
ഇങ്ങനെ സംസ്കരിച്ച് വളർത്തി അത്യുദാത്ത സ്വഭാവത്തിൽ നബി തങ്ങളിലെത്തി. ഒരു മനുഷ്യനെത്തിപ്പിടിക്കാവുന്ന സ്വഭാവത്തിന്റെ മേഖല എന്താണോ, അല്ലാഹു തആലാന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും ഒരു പടപ്പിനുണ്ടാകുന്ന സ്വഭാവത്തിന്റെ സമ്പൂർണ്ണ രൂപം എന്താണോ, ആ സമ്പൂർണ്ണ രൂപം നേടിയ ശേഷമാണ് അല്ലാഹു പറയുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഒരു മഹത്തായ സ്വഭാവം തന്നെയാണ് അങ്ങയുടെ സ്വഭാവം. ഈ സ്വഭാവം ജാഹിലിയത്തിലുണ്ടായിരുന്ന നല്ല സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്, തന്റെ കുടുംബത്തിലുണ്ടായിരുന്ന നല്ല സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇസ്ലാമിൽ വന്ന സ്വഭാവം മാത്രമല്ല. ഹത്തമുത്വായി എന്ന പ്രസിദ്ധനായ ധർമ്മിയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലാമായിരുന്നു, മുസ്ലിമായിരുന്നു. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് ഒരു വലിയ കൂടുണ്ടാക്കി, ആല പോലെ ഒരു കൂടുണ്ടാക്കി, മൃഗങ്ങളെ തൊഴുത്തിൽ കെട്ടുന്നത് പോലെ ഒരു വലിയ തടവറയുണ്ടാക്കി. ഈ തടവറക്കുള്ളിൽ ഒരു പെണ്ണ്, ഒരു വലിയ സംഘം കിട്ടിയിരിക്കുക. 150 പേരെ അല്ലാഹുവിന്റെ റസൂൽ അയച്ചു ഖൽസ് എന്ന ദേവനെ തകർക്കാൻ. ഖൽസ് എന്ന് പറയുന്നത് തൊയ്യ് കബീലക്കാരുടെ, തൊയ്യ് ഗോത്രക്കാർക്കുള്ള ഒരു ദേവനാണ്. ഈ ദേവനെ തകർക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അയച്ചിരിക്കുന്ന ഒരു സംഘം 150 ഭടന്മാർ, 100 ഒട്ടകം, 50 കുതിര, എല്ലാവർക്കും വാഹനമുണ്ട്. ഭടന്മാർ, 100 ഒട്ടകം, 50 കുതിര, എല്ലാവർക്കും വാഹനമുണ്ട്. അവരെ തകർത്തു എന്ന് മാത്രമല്ല, അവരുടെ സ്വത്തുക്കളും പിടിച്ചു. കുറെ ആളുകളെ ബന്ധികളാക്കി. ഇക്കൂട്ടത്തിൽ ഒരു ബന്ധിയെ ഒരു തടവറയിൽ മദീനത്തെ പള്ളിയുടെ മുന്നിൽ സാധാരണ താറാവുകൾക്ക് കൂടുണ്ടാക്കാറുണ്ടല്ലോ നമ്മൾ, അന്ന രീതിയിലുള്ള ഒരു കൂടുണ്ടാക്കി ആ കൂടിൽ വെച്ചിരിക്കുന്നു. ഇതിൽ നിന്നൊരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് മാന്യരിൽ മാന്യരെ, മാന്യരായ പിതാക്കന്മാരുടെ മാന്യനായ മകനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വർണ്ണിച്ചിട്ട് പറഞ്ഞു, ഇത് ശരിയല്ല. നിങ്ങൾ എന്നെ എന്റെ ഗോത്രക്കാരുടെ മുൻപാകെ ഇട്ടുകൊണ്ട് നിങ്ങൾ എന്നെ ഇത്തരത്തിലുള്ള കുടുക്കിൽ കുടുക്കിയിട്ട് അവരെ സന്തോഷിപ്പിക്കരുത്, എന്റെ ശത്രുക്കളെ സന്തോഷിക്കാൻ അവസരമൊരുക്കരുത്. ഞാൻ ഒരു നല്ല പിതാവിന്റെ മകനാണ്, എന്റെ ഈ ഗോത്രത്തിന്റെ തലവന്റെ മകളാണ്, അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണം, എന്നെ ഇതുപോലെ വെക്കാൻ പാടില്ല. എന്റെ പിതാവ് നല്ല ആളായിരുന്നു. എന്റെ പിതാവ് അശരണർക്ക് സങ്കേതമായിരുന്നു, അവലംബമില്ലാത്തവർക്ക് ആലംബമായിരുന്നു, എല്ലാം ചെയ്തിരുന്ന എന്റെ പിതാവാണ്. ഹത്തമുത്വായ് എന്ന് കേൾക്കാപ്പോൾ തന്നെ ചരിത്രം അറിയാവുന്ന ആളുകൾക്ക് ധർമ്മവും ഉദാരതയുമാണ് മനസ്സിലോടിയെത്തുന്നത്. ഇവരുടെ പുത്രയാണ് ഞാൻ, എന്നെ ഇവിടെ ഇട്ടുകൊണ്ട് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതെയോ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അതെയോ, ഹത്തമുത്വായുടെ പുത്രനോ? അതൊക്കെ നല്ല നല്ല മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ലേ? നിന്റെ പിതാവിനെ പറ്റി നീ വർണ്ണിച്ച സ്വഭാവമൊക്കെ ഖുലുഖുൽ മുഅ്മിനീന ഹഖ്ഫ, സാക്ഷാൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ലൗകാന അബൂക്കി മുസ്ലിമൻ, നിന്റെ പിതാവ് മുസ്ലിമായിരുന്നെങ്കിൽ ലതറഹംന അലൈഹി, ആ പിതാവിന്റെ പേര് കേൾക്കുമ്പോ ഞങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് ചൊല്ലുമായിരുന്നു. പക്ഷേ നിന്റെ പിതാവ് മുസ്ലിമായില്ലല്ലോ, ജാഹിലിയത്തിൽ തന്നെ മരിച്ചില്ലേ. നിന്റെ പിതാവിന്റെ ആ സ്വഭാവങ്ങൾ മുഴുക്കെ അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന സ്വഭാവമാണ്. അല്ലാഹു യുഹിബ്ബു മകാരിമൽ അഖ്ലാഖ്, നല്ല സ്വഭാവങ്ങളെ അല്ലാഹു തആല ഇഷ്ടപ്പെടും. ഖബർ പേടിക്കണ്ട, നരകം പേടിക്കണ്ട, സ്വർഗം കൊതിക്കേണ്ട, മനുഷ്യൻ മനുഷ്യനായെങ്കിൽ തന്നെ നന്നാകുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രഖ്യാപിച്ചപ്പോഴാണ് സ്വഹാബി വര്യന്മാർ സംശയിച്ചു ചോദിച്ചത്, ആഹാ, ഇത് നിങ്ങൾ സ്വന്തം പറയല്ലേ, നബിയുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിലും വലുത് കേട്ടിട്ടുണ്ട്, ഇതല്ല ഇതിലും വലുത് കേട്ടിട്ടുണ്ട് നബിയുടെ നാക്കിലുണ്ട്. അങ്ങനെ മഹാനരാണ് ഈ കഥ വിവരിച്ചത്. ഞാൻ പിടിച്ചുകൊണ്ടുവന്ന തടങ്കരയിൽ നിന്നുള്ള ഒരു പെണ്ണിന്റെ വായിൽ നിന്ന് വന്നപ്പോ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹു യുഹിബ്ബു മകാരിമൽ അഖ്ലാഖ്, നല്ല ഉന്നത സ്വഭാവങ്ങള് ഏത് സംസ്കാരത്തിൽ നിന്ന് വാരിയെടുത്താലും അത് മുസ്ലിമിന് ഭൂഷണമാണ്, മുസ്ലിമിന് പഥ്യമാണ്, മുസ്ലിമിനെ അംഗീകരിക്കാം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതാണ് അവന്റെ സ്വഭാവം. കാരണം അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവം അതാണ്. ആ സ്വഭാവമാണല്ലോ നിന്റെ പിതാവിന് പറയുന്നതൊക്കെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ സൈന്യത്തോട് പറഞ്ഞു, ഇവരെ നിങ്ങൾ മാറിവിടുന്നു, അവരുടെ പിതാവ് നല്ല സ്വഭാവക്കാരനായിരുന്നു, അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവക്കാരൻ, അതുകൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചേൽപ്പിക്കുക, അവരുടെ കുടുംബത്തിന് വിട്ടുകൊടുക്കുക എന്ന് റസൂലുള്ളാഹിയോട്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഭാവങ്ങൾ വർണ്ണിച്ചത് ജാഹിലിയത്തിലെ സ്വഭാവമാണ്. ഈ വിടുതി കൊണ്ടാണ് അദി ഇബ്നു ഹാത്തം എന്ന ഇവരുടെ സഹോദരൻ ഇസ്ലാമിലേക്ക് വന്നതും ആ കുടുംബം ഒന്നാകെ ഇസ്ലാമിലേക്ക് വന്നതും സിഫാന എന്ന ആ പെണ്ണ് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബി വര്യങ്ങളിൽപ്പെട്ട മഹദിയായി വളർന്നതും റളിയല്ലാഹു അൻഹ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? സായിബ് റസൂലുള്ളാഹിന്റെ കൂട്ടാളിയാണ്. പക്ഷെ അദ്ദേഹത്തിന് അതറിയില്ല. അദ്ദേഹത്തിനത് റസൂലിന് അറിയുമോ എന്നറിയില്ല. റസൂൽ വലിയ വലുതായി. സായിബ് എന്ന ആളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വേറെ കൂട്ടാളിയും വന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ എത്തിച്ചിട്ട് പറഞ്ഞു, ഇത് സായിബ് ഇബ്നു അബി സായിബ്, സായിബിന്റെ ബാപ്പാന്റെ മകൻ സായിബാണ്. ഇത് നല്ല ആളാണ്, സുന്ദരനാണ്, ഇയാളെ ബാപ്പ അങ്ങനെയായിരുന്നു നോക്ക് പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട
എനിക്കറിയാം, എനിക്കാളറിയാം, നിങ്ങളെക്കാൾ അറിയാം, നിങ്ങളുടെയും മുമ്പ് അറിയാം ഇയാളെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അന്ത ശരീക്കി ഫിൽ ജാഹിലിയ, നിങ്ങൾ അജ്ഞാത കാലത്ത് ജാഹിലിയത്തിൽ എന്റെ കൂട്ടാളിയായിരുന്നില്ലേ, നല്ല കൂട്ടാളി, ആ കൂട്ടാളിയായിരുന്ന അങ്ങാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ അത്ഭുതപ്പെട്ടത്. കുഞ്ഞുകാലത്തും കുട്ടിക്കാലത്തും ജീവിച്ചതൊക്കെ ഈ മുഹമ്മദിന് അറിയുമല്ലോ, നബിക്കറിയുമല്ലോ. സന്തോഷം, പരിചയം പുതുക്കി. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് നൽകിയ ഉപദേശം എന്താണെന്നറിയോ? ഇസ്ലാമിൽ വരുന്നതിന് മുൻപ് ജാഹിലിയത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പം പെരുമാറിയിരുന്ന പെരുമാറ്റവും സ്വഭാവവും സംസ്കാരവും അതേപടി നിലനിർത്തുക, ഒന്നും മാറ്റേണ്ട. സുന്ദരമായ സ്വഭാവത്തിലായിരുന്നു അങ്ങ്, ശരിയായ സംസ്കാരത്തിലായിരുന്നു അങ്ങ്, കുലീനമായി ലഭിച്ച സംസ്കാരമായിരുന്നു അങ്ങക്ക്. നിസ്തുലമായ ആ സംസ്കാരം അതേപടി നിലനിർത്തിയാൽ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പുതിയൊരു സംസ്കാരവുമായി വന്നതല്ല. എല്ലാ സംസ്കാരങ്ങളിൽ നിന്നും സ്വാംശീകരിച്ചെടുത്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ സംസ്കാരം, അതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതെല്ലാ സ്വഭാവങ്ങളിൽ നിന്നും കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ പരമ്പരയിൽ ആർജിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ കാലത്തെ പ്രസിദ്ധമായ ആ സ്വഭാവങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സമ്പൂർണ്ണമാക്കിയത്. ഈ സുന്ദരമായ സ്വഭാവത്തിലെ വ്യക്തിത്വം കൊണ്ടാണ് റസൂലുള്ള വളർന്നത്. ഇന്ന് ഈ സ്വഭാവം, ഇന്ന് ഈ വ്യക്തിത്വം എവിടെയെങ്കിലും കാണാമോ? എങ്ങനെയെങ്കിലും വരുമോ? നമ്മൾ ഓർക്കേണ്ടതുണ്ടായിരുന്നു ഏത് രംഗത്തും. എന്തൊരു സുന്ദരമായ ജീവിതമായിരുന്നു. തീന്മേശമേൽ വെച്ചിട്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാത്ത നബി, കാൽമുട്ടുകൾ പതിഞ്ഞിരുന്നിട്ട് അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇരുന്നിട്ട് അത്യാവശ്യം വിരലുകൾ കൊണ്ട് കോരിയെടുത്തിട്ട് മാത്രം ആഹാരം കഴിക്കുന്ന നബി. ആഹാരത്തിലാണെങ്കിൽ എന്താഹാരം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്താലും ഇഷ്ടമുള്ളതാണെങ്കിലും ഇഷ്ടമുള്ളതല്ലെങ്കിലും വേണമെങ്കിൽ കഴിക്കും, വേണ്ടെങ്കിൽ കഴിക്കില്ല, ഇതേ പ്രകൃതം. ഒരാൾ ആഹാരത്തിന്റെ പേരിൽ ഇന്ന് വരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ താൻ വിരലുകൊണ്ടെടുത്തിരിക്കുന്ന ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ വിരലുള്ളത് മുഴുവൻ ഈമ്പി വലിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം കഴിക്കുക. എന്തൊരു സുന്ദരമായ ജീവിതം. അള്ളാഹുവിന്റെ റസൂലിനോട് പലരും പറഞ്ഞുപോയി, പലതും ഒരുക്കി കൊടുക്കാൻ. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു, ഇന്നമാന അബുദുൻ ആക്കുലുക്കമായ കുലുലാബുദു, അടിമകൾ തിന്നുന്നത് പോലെ മാത്രമേ ഞാൻ തിന്നു. 3 ദിവസം തുടർച്ചയായി ഗോതമ്പിന്റെ റൊട്ടി കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വയറ് നിറച്ചിട്ടില്ല എന്ന് ഹദീസ് ശരീഫുകൾ വിശദമായി പഠിപ്പിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു തആല പാകപ്പെടുത്തിയത് നിങ്ങൾ നോക്കൂ. അല്ലാഹുവിന്റെ റസൂല് കിടന്നുറങ്ങുന്ന വിരിപ്പ് 2 മുഴം നീളമുള്ള വിരിപ്പ്. 4 മുഴം സാധാരണഗതിയിൽ ഒരാൾ നീളമുണ്ടല്ലോ, എന്റെ കയ്യിന് 4 മുഴമാണ് ഏതൊരാളും. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിന് ഒത്ത കൈയായതുകൊണ്ട് എല്ലാവരുടെ കയ്യിനെ അപേക്ഷിച്ചാലും ഒത്ത കയ്യിന് അള്ളാഹിന്റെ റസൂല് 4 കൈ വേണം. 4 മുഴമുള്ള റസൂലുള്ളാഹിക്ക് കിടക്കാൻ വിരിപ്പിന്റെ നീളം, അള്ളാഹിന്റെ റസൂലിന്റെ കിടക്കയുടെ നീളം 2 മുഴം. ഒരൊറ്റ മുഴം വീതിയിൽ 2 മുഴം നീളത്തിലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ബെഡ്. ആ ബെഡിൽ എന്താണുള്ളത്? ഈന്തപ്പനയുടെ വെറും ഓലകൾ. ആ ഓലകൾ വെച്ചിരിക്കുന്നു, ലേശമൊക്കെ തണ്ടുകളും കൂട്ടിവെച്ചിരിക്കുന്ന ഒരു ബെഡ്. ഈ ബെഡിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അന്തിയുറങ്ങുന്നത് അൻസാരി വനിതകളിൽപ്പെട്ട ഒരു വനിത ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ വന്നപ്പോ കണ്ടപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിച്ചുകൊണ്ട് അവർ ഒരു നല്ല കിടക്കയുണ്ടാക്കി. ആ കിടക്ക ആട്ടിന്റെ രോമം കൊണ്ടുണ്ടാക്കപ്പെട്ട മുതുലമായ കിടക്കയായിരുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പാകെ കൊണ്ടുവന്നു. സമ്മാനമാണ്, ഹദിയയാണ്. റസൂലുള്ളാഹി അത് വെച്ചു, റസൂലുള്ളാഹിന്റെ മുമ്പിൽ കൊണ്ടുവന്നു വെച്ചു. അള്ളാഹിന്റെ റസൂൽ ഇല്ലാത്ത സമയത്താണ് ആയിഷാ ബീവിയുടെ മുമ്പിലാണ് കിടക്ക കൊണ്ടുവന്നു വെച്ചത്. റസൂലുള്ള വന്നപ്പോൾ വിവരം പറഞ്ഞു ആയിഷാ ബീവി. നേരെ അള്ളാഹിന്റെ റസൂൽ ആ കിടക്കെടുത്തു. ഇത് കൊണ്ടുവന്ന അൻസാരിയായ പെണ്ണിന്റെ വീട് കൊണ്ട് ലക്ഷ്യമാക്കിയിട്ട് നടന്നു. വീട്ടിലെത്തിയിട്ട് അൻസാരിയായ പെണ്ണിനോട് പറഞ്ഞു, നിങ്ങളെന്താണ് മനസ്സിലാക്കിയത്? എനിക്ക് ഈ കിടക്കയ്ക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? എനിക്ക് ഈ കിടക്ക ആരും ഒരുക്കി തരാഞ്ഞിട്ടാണോ? എന്റെ അല്ലാഹു തആല ലൗ ശിഅ്തു ലഅജ്റാ ജിബാല الذهബി വൽഫിദ്ദത്തി മഅ, അല്ലാഹു തആല ഞാൻ വേണമെന്ന് വിചാരിച്ചാൽ എന്റെ അല്ലാഹു സ്വർണത്തിന്റെ പർവ്വതം എന്റെ കൂടെ ചലിപ്പിക്കും, വെള്ളിയുടെ പർവ്വതം എന്റെ കൂടെ നടത്തും. ഞാൻ നടക്കുന്നതിലൂടെ സ്വർണത്തിന്റെ മല എന്റെ കൂടെ എനിക്കിഷ്ടമായി നടക്കാം. വെള്ളിയുടെ പണം എന്റെ കൂടെ വരും. വെള്ളിയും പൊന്നും ഇഷ്ടം പോലെ തരാനുള്ള ഈ റബ്ബിന്റെ ഭൂമിയിൽ ഞാൻ ദാരിദ്ര്യം കൊണ്ടല്ല ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നോക്കൂ, ആ ഉദാത്തമായ ജീവിതം, എത്ര ലളിതമായ ജീവിതം. വാഹനപ്പുറത്തേറും നബി. സുന്ദരമായ വാഹനമാകണമെന്നില്ല, മെർസിഡസ് കാറാകണമെന്നില്ല, വിദേശ നിർമ്മിത കാറാകണമെന്നില്ല, നാട്ടിലെ മുന്തിയ വാഹനമാകണമെന്നില്ല. ഇന്നാട്ടിലെ ഏറ്റവും ലളിതമായ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന ലാലു പ്രസാദ് യാദവിന്റെ സൈക്കിളാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ആ സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാഹി അതിൽ കയറുമായിരുന്നേനെ. കാരണം അന്നത്തെ സൈക്കിളിന്റെ സ്ഥാനത്തുള്ളതാണ് കഴുത. കഴുതപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ കയറി യാത്ര ചെയ്യും. അന്ന് ഏറ്റവും വലിയ ഷെയ്മാണ് ഒരാൾ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമെന്ന് മാത്രമോ, തന്റെ വാഹനപ്പുറത്ത് താൻ ഓടിച്ചിട്ട് മറ്റൊരാളെ പിന്നിലിരുത്തി പോവുക എന്ന് പറയുന്നത് ലോകനേതാവ് അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയാണ്.
മറ്റൊരാളുടെ പിന്നിലല്ല, തങ്ങൾ ഓടിക്കും, തങ്ങളുടെ പിന്നിൽ ഒരാളെ ഇരുത്തും. അന്നത്തെ കാലത്ത് സംസ്കാരത്തിൽ പൊതുജനങ്ങളുടെ വീക്ഷണത്തിൽ ക്ഷേമാണ്. പക്ഷേ പ്രവാചകർ മനസ്സിലാക്കിയ സംസ്കാരം, പ്രവാചകരെ അല്ലാഹു തആല വളർത്തിയെടുത്ത സംസ്കാരം ഇതല്ല. അല്ലാഹുവിന്റെ റസൂൽ വാഹനപ്പുറത്ത് ഖുബാ പള്ളിയിലേക്ക് പോകുന്നു. മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ മാത്രമാണ് ഖുബാ പള്ളി. സാധാരണ മദീനയിൽ നിന്ന് നബി തങ്ങൾ ശനിയാഴ്ച ചിലപ്പോൾ നടന്നു പോകും, ചിലപ്പോൾ വാഹനപ്പുറത്ത് പോകും. ഒരിക്കൽ വാഹനപ്പുറത്തേറുന്നത് കഴുതപ്പുറത്താണ്. കഴുതപ്പുറത്ത് പോകുമ്പോൾ അബൂ ഹുറൈറ തങ്ങൾ കൂടെയുണ്ട്. അല്ലാഹു തആലാന്റെ റസൂലിന്റെ അവസാന കാലത്ത് വന്ന സ്വഹാബി വര്യൻ അബൂ ഹുറൈറ തങ്ങളോട് റസൂലുള്ള ചോദിക്കുന്നു, നിങ്ങൾ കൂടെ കയറണോ? അബൂ ഹുറൈറയ്ക്ക് നടന്നാ പ്രയാസമുണ്ട്, നബിന്റെ കൂടെ ഇരിക്കണമെന്നുണ്ട്. വാഹനപ്പുറത്ത് നിന്നാ നബിയോട് കൂടെ ഇരിക്കാം, ഉരുമ്മിയിരിക്കാം. ഈ ഇഷ്ടം കൊണ്ട് മഹാനർ പറഞ്ഞു, ഇൻഷീത്ത, തങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ തർക്കേടില്ല, തങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയാകാം, എന്നാ കേറിക്കോ നബി പറഞ്ഞു. അബൂ ഹുറൈറയുണ്ടോ വാഹനം കയറി പരിചയം? റസൂലുള്ള കയറിയിരിക്കുന്ന വാഹനത്തിന്റെ പുറത്ത് മൂപ്പര് കാലെടുത്ത് ചാടാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് അള്ളാഹുവിന്റെ റസൂലിനെയും കൂടി പിടിച്ച് രണ്ടുപേരും ഉരുണ്ട് പറഞ്ഞു വീണു. അള്ളാഹിന്റെ റസൂലും വീണു, അബൂ ഹുറൈറയും വീണു റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരവായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ടും കയറി ആ കഴുതപ്പുറത്ത്. രണ്ടാമത് കഴുതപ്പുറത്ത് കയറിയിട്ട് റസൂലുള്ള ബാക്കിലിരുത്തി അബൂ ഹുറൈറയോട് ചാടാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. മൂപ്പര് വീണ്ടും ചാടി നബിയെ പിടിച്ചു. നബിയെ പിടിച്ചപ്പോ രണ്ടുപേരും വീണു. ഖുബാ പള്ളിയിലേക്ക് പോവുകയാണ്. തന്റെ പ്രജകളിൽപ്പെട്ട, തന്റെ സഹചാരികളിൽപ്പെട്ട, തന്റെ അനുയായികളിൽപ്പെട്ട അവസാന കാലത്ത് വന്ന ഒരു സ്വഹാബി വര്യനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഭക്ഷണത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാൻ. ആ മഹാൻ കൂടെ കയറുമ്പോൾ അള്ളാഹിന്റെ റസൂല് 2 തവണ വീണു. മൂന്നാമത്തെ തവണയും റസൂലുള്ള നിർത്തുന്നില്ല, കേറിക്കോ. മൂന്നാമത്തെ തവണ റസൂലുള്ള കേറിയിട്ട് കയറ്റാൻ പറയുമ്പോൾ അബൂ ഹുറൈറ പറഞ്ഞു, ആവൂല, ഇനി പുനഃ ഞാൻ വീഴ്ത്തൂല, അതുകൊണ്ട് ഞാൻ വീഴ്ത്താൻ തങ്ങൾ വീഴാൻ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ തങ്ങൾ തന്നെ ഒറ്റയ്ക്ക് കയറിക്കോ, ഞാൻ നടന്നോളാം. അബൂ ഹുറൈറ നോക്കൂ, എത്ര ലളിതമായ ജീവിതം. ലോകത്തിന്റെ നായകൻ, ജസീറത്തുൽ അറബിന്റെ കുലപതി, കഅബയുടെ ഓരത്തിരുന്നു കൊണ്ട് കൽപ്പിച്ചാൽ ആരെയും പിടിക്കാം, ആ സാമ്രാജ്യത്തിലുള്ള ആരെയും പിടിക്കാം. അന്നത്തെ കുലപതിയായിരുന്ന മഹാൻ അക്കാലത്താണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ഇസ്ലാമിലെ ഹജ്ജ്, ഹജ്ജത്തുൽ വിദാ, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ അവസാനത്തെ കാലത്ത് അള്ളാഹിന്റെ റസൂൽ ചെയ്ത ഏക ഹജ്ജാണല്ലോ ഇസ്ലാമിലെ ഹജ്ജ്. ഈ ഹജ്ജ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുമ്പോ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും റസൂലുള്ള തവാഫ് ചെയ്യുന്നു. എന്തൊരു സുന്ദരമായ തവാഫ്. ഹാറൂൻ റശീദ് തങ്ങൾ ഒരിക്കൽ പരിവാര സമേതം ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുകളൊക്കെ ഒഴിച്ചു മാറ്റും. ആളുകളൊക്കെ ഒഴിച്ചു മാറ്റിയിട്ട് ഹാറൂൻ റശീദ് തങ്ങളെ ഒറ്റയ്ക്കാക്കുന്നു. ഹാറൂൻ റശീദ് തങ്ങൾ നല്ല മഹാനാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്, തങ്ങളുടെ പുത്രപരമ്പരയിൽപ്പെട്ടവരാണ്. പക്ഷേ സാധാരണഗതിയിൽ അബ്ബാസി ഭരണകൂടങ്ങൾ സ്ഥാപിച്ചിരുന്ന ആ സംസ്കാരത്തിൽ മഹാനരും പെട്ടുപോയെന്ന് മാത്രം. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ കണ്ണുനീരുകൾ ധാരയായി ഒഴുകുന്ന ഭക്തരിൽ ഭക്തരായിരുന്നു ഹാറൂൻ റശീദ് തങ്ങൾ. ഈ ഹാറൂൻ റശീദ് തങ്ങൾ വന്നപ്പോ ബുഹ്ലൂൽ എന്ന ഒരാളുണ്ട്. ആളുകൾ അദ്ദേഹത്തെ വിളിക്കാറുള്ളത് മജ്നൂൻ എന്നാണ്, ഭ്രാന്തൻ. ഭ്രാന്തമായി സംസാരിച്ചുകൊണ്ടിരിക്കും. ഹാറൂൻ റശീദ് തങ്ങൾ ഹജ്ജിന് വേണ്ടിയിട്ട് തവാഫ് ചെയ്യാൻ പോകുമ്പോൾ ഇയാൾ യുഹല്ലി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അർത്ഥമില്ലാത്ത വാക്കുകൾ, ഭ്രാന്തന്റെ വാക്കുകൾ. അദ്ദേഹത്തോട് ആളുകൾ ചെന്ന് പറഞ്ഞു, മിണ്ടാതിരിക്കൂ. ഹാറൂൻ റശീദ് ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ അന്നത്തെ ഭരണകൂടത്തിന്റെ നായകനാണ്. ഇന്നതല്ല, വിദേശ രാജ്യത്തിൽ നിന്നൊരു പ്രതിനിധി വന്ന എല്ലാവരെയും മാറ്റി കൊടുക്കും. ഞാൻ അനുഭവിച്ചവനാണ്. മദീനത്തെ പള്ളിയിൽ നവാസ് ഷരീഫ്, പാകിസ്ഥാനിൽ നിന്ന് നവാസ് ഷരീഫ് വരുന്നു. മദീനത്തെ പള്ളിയിലുള്ള റൗള, അഷ്റഫുൽ ഖൽഖിന്റെ പള്ളിയിലെ ഏറ്റവും പുണ്യമായ സ്ഥലം, എല്ലാവരെയും ഒഴിച്ചു മാറ്റി. എല്ലാവരെയും ഒഴിച്ചു മാറ്റിയിട്ടാണ് അദ്ദേഹത്തിനും പരിവാരത്തിനും രാജാവിനും കൂട്ടർക്കും അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കുന്നത്. രാജ്യമര്യാദയാണ്, ഇന്നത്തെ ഭരണകൂടത്തിന്റെ മര്യാദയാണ്. ശരിയായിരിക്കാം, ഏതോ രാജ്യത്തിൽ നിന്ന് വരുന്ന ആൾ അദ്ദേഹം തവാഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ മത്താഫിൽ ആരും പാടില്ല. നവാസ് ഷരീഫ് തവാഫ് ചെയ്യുമ്പോൾ ആ വിധത്തിലാണ് ഇന്നും അവിടെ. ഹാറൂൻ റശീദ് തങ്ങൾ വരുമ്പോൾ തവാഫ് ചെയ്യുന്നവർ എത്രയോ ഉണ്ട്, അത്രത്തോളം ഒന്നും പുരോഗമിച്ചിട്ടില്ല. എത്രയോ ആളുകൾ തവാഫ് ചെയ്യുന്നു. പക്ഷെ ഹദയാൻ പറയുന്ന, അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബുഹ്ലൂൽ ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കണോ, അമീറുൽ മുഅ്മിനീൻ വരുന്നു. മൂപ്പര് മിണ്ടാതിരുന്നു. പറഞ്ഞിട്ടെന്ത് കാര്യം? ആർക്ക് വേണ്ടിയാണോ മിണ്ടാതെ നിർത്തുന്നതെങ്കിൽ ആ ആള് വന്നപ്പോ മൂപ്പര് മിണ്ടാൻ തുടങ്ങി. കാര്യപ്പെട്ട് മിണ്ടാതെ നിർത്തുന്നത് ഹാറൂൻ റശീദ് അമീറുൽ മുഅ്മിനീന് വേണ്ടിയല്ലേ? അയാൾ പെണ്ണ് അടുത്തെത്തിയപ്പോ ബുഹ്ലൂൽ മജ്നൂൻ നേർക്ക് നേരെ നോക്കിയിട്ട്, ഇതെന്തു കഥ? നിന്നെക്കാൾ വലിയ ആള് ഇവിടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നിന്നെക്കാൾ വലിയ ആള് ഇവിടെ ഹജ്ജ് കർമ്മത്തിന് വന്നിട്ടുണ്ട്. അന്നേരം നോക്കുമ്പോ എനിക്ക് ഹദീസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഹദീസ് പറയാം, ഭ്രാന്തനാണ്. حدثنا أيمن بن نائل عن قدامة بن عبد الله العامري رضي الله عنه أنه قال, قدامة بن عبد الله العامري എന്ന് പറയുന്ന ആൾ അദ്ദേഹം പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അലാ ജമലിൻ, ഒരൊട്ടകപ്പുറത്ത്, ബിമിനൻ, ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു മിനയിൽ അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജ് ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്തിന് വിധങ്ങൾ നിൽക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒട്ടകക്കട്ടിൽ കണ്ടുകൂടാ, എത്രയോ താണ്. വലം യകുൻ സമ്മ ദർബും വലാ തുർദും വലാ ഇലൈക ഇലൈ, അവിടെ അടിയില്ല, തൊഴിയില്ല, ഇടിയില്ല, മാറി എന്ന ശബ്ദമില്ല. പുറകോട്ട് നിൽക്കൂ എന്ന് ആരും അകറ്റുന്നില്ല. ആരുടെയും ശബ്ദമില്ല. എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാൾ കൂട്ടത്തിൽ ഒരുത്തരായി മാത്രം അള്ളാഹുവിന്റെ റസൂലും ഒഴുകുന്നു, അള്ളാഹുവിന്റെ റസൂലും നിൽക്കുന്നു. നിങ്ങളിപ്പം വന്നപ്പോ എന്താ നിങ്ങളുടെ വിചാരം? ഹബ് അൻഖദ് മലക്തൽ അർള തുറ വദാന ലകൽ ഇബാദു ഫകാന മാദാ അലൈസ വദൻ മസീറുക ജൗഫ ഖബ്രി വയഹ്സു തുർബ ഹാദാ ഹുമ്മ ഹാദാ. നിങ്ങൾ ഈ ഭൂമി ആസകലം ഭരിക്കുന്ന രാജാവാണല്ലേ? നീ അങ്ങനെ വിചാരിച്ചു നിന്നോ നീ വല്ല രാജാവാണ്, ലോകമാസകലം അടക്കി ഭരിക്കുന്ന രാജാവാണ്, അമീറുൽ മുഅ്മിനീനാണെന്ന്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഫകാന മാദാ, എന്നിട്ട് എന്തുണ്ടായി നീ രാജാവായിട്ട്? എന്ത് സംഭവിച്ചു? അലൈസ വദൻ മസീറുക ജൗഫ ഖബ്രി വയഹ്സു തുർബ ഹാദാ ഹുമ്മ ഹാദാ. നീയും പോകേണ്ടത് ഖബറിലല്ലേ? അവസാനം നീയും എത്തുന്നത് മണ്ണിന്റെ അറയിലല്ലേ? ആ മണ്ണിന്റെ അറയിൽ വിരിപ്പില്ലാതെ നിന്നെ കിടത്തില്ലേ? അവിടെ പോയി കിടക്കുമ്പോ നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയല്ലേ ചുറ്റുഭാഗത്തിരിക്കുന്നവൻ എറിയുന്നത്? ഹാദാ സുമ്മ ഹാദാ. ഇവനും ഓനും കണ്ടോനൊക്കെ എറിയുന്നു. ആരെന്ന് നോട്ടമില്ല. ചുറ്റുഭാഗമുള്ളവൻ നിന്റെ കുടുംബമല്ല, നിന്റെ ഇഷ്ടപ്പെട്ടവരല്ല, നിന്റെ മന്ത്രിമാരല്ല, നിന്റെ പരിവാരമല്ല. ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ഏത് കണ്ടോനും എറിയുന്നു ഖബർ. ഇതല്ലേ നിന്റെയും കഥ എന്ന് ബുഹുലൂലുൽ മജ്നൂൻ ഹാറൂൻ റഷീദ് തങ്ങളോട് ചോദിച്ചെങ്കിൽ ഇന്നത്തെ ഭരണാധിപനോട് എന്ത് ചോദിക്കണം? ഇന്നത്തെ സമൂഹത്തിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അടിയില്ല, തൊഴിയില്ല, പിടിയില്ല, മാറുന്ന ശബ്ദമില്ല, ഇരുത്തത്തിൽ ഭേദമില്ല, എല്ലാവരുടെയും കൂടെ. വസ്ത്രമോ സാധാരണ ഒരൊറ്റ മുണ്ടെടുത്തിട്ട് ആകെ പൊതിഞ്ഞിട്ട് നിർധനരായ മുഠാള ദരിദ്രന്മാരായ ആളുകൾ നിസ്കരിക്കുന്നത് പോലെ മദീനത്തെ പള്ളിയിലെ മിഹ്റാബിൽ ഇമാമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. ആ റസൂലിന്റെ ഉദാത്തമായ വ്യക്തിത്വം, സുന്ദരമായ വ്യക്തിത്വം എങ്ങനെ പറഞ്ഞാൽ തീരും? എങ്ങനെ വർണ്ണിക്കാൻ പറ്റും? ആരെ പഠിപ്പിക്കാൻ പറ്റും? ആർക്ക് പഠിപ്പിക്കാൻ പറ്റും? പക്ഷെ പ്രസക്തമാണ്, എന്നും പ്രസക്തമാണ്, ലോകത്തൊന്നും പ്രസക്തമാണ്. ഈ വ്യക്തിത്വത്തിന്റെ തെല്ലൊരംശമെങ്കിലും നമ്മുടെ വ്യക്തിത്വം രൂപപ്പെട്ടു വന്നിരുന്നെങ്കിൽ, നമ്മുടെ ഭാവം ശരിപ്പെട്ടു വന്നിരുന്നെങ്കിൽ ഈ സമൂഹം രക്ഷപ്പെടുമായിരുന്നു, ഈ തലമുറ രക്ഷപ്പെടുമായിരുന്നു, മനുഷ്യ സമൂഹം ഒട്ടാകെ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ആരൊരാൾ വരാൻ, ഇനി ഒരാൾ ആര് പുനർജനിക്കാൻ, എങ്ങനെ ജനിക്കാൻ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിരുനബിയുടെ ഓർമ്മകളായി നിലനിർത്തിയെങ്കിലും തെല്ലൊരു ആശ്വാസം ഈ സമൂഹത്തിന് തെല്ലുവേളകളിലെങ്കിലും നൽകി സഹായിക്കുമാറാവട്ടെ. ശരിയായ ഒരു ഓർമ്മ, അതിന്റെ അവസരമാണ് റബീഉൽ അവ്വൽ. ഈ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യാൻ ഏതൊരു പ്രസംഗത്തിൽ ഏത് പാർട്ടി അവസരമൊരുക്കാറുണ്ട്? നമുക്ക് കണ്ടതൊക്കെ പറയണ്ടേ? ആരെങ്കിലും മുഹ്യിദ്ദീൻ ശൈഖ് എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ മുത്തനബിനെ വിളിച്ചുപോയാ, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുപോയാ അന്നേരം എല്ലാം കുഴങ്ങിപ്പോയി, ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോയി എന്ന നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രസംഗത്തിലെ വിഷയം. ഇതല്ലാതെ നമുക്കെന്ത് പറയാനുണ്ട്? നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ നടക്കുന്നതോ ഇക്കാർക്കത് പറ്റി, എഫിക്കാർക്കിത് പറ്റി, സംസ്ഥാനക്കാർക്കിത് പറ്റി, മറ്റോൽക്കിത് പറ്റി എന്നല്ലാതെ നമുക്ക് വേറെ വല്ലതും പറയാനുണ്ടോ? ഓർമ്മയുള്ള കാലത്ത് എല്ലാ മാസങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ സംഘടന വർധനവ് പ്രശ്നമായ കാലം മുഴുക്ക നടന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ ഇത് മാത്രമാണ്. സാധാരണ ഒരു വാഴാണെങ്കിൽ അവിടെ ആരുമില്ല, കേൾക്കാനും ആളുണ്ടാവും. ഇതിനിടയിൽ ഒരു റബീഉൽ അവ്വൽ വരുമ്പോഴാണ് മുസ്ലിമീങ്ങൾ ഒരൽപ്പം ഉണരുന്നത്, മുസ്ലിമീങ്ങളിൽ ഐക്യം ദൃശ്യമാവുന്നത്, മുസ്ലിമീങ്ങളിൽ ഒരു പ്രത്യേക സ്വഭാവം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ആ സ്വഭാവം അതിപ്പോഴും അല്പസ്വല്പമൊക്കെ തുടരുന്നു. ഇതുകൂടി കെടുത്തിക്കളഞ്ഞാൽ പുന്നാര നബിയുടെ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യാൻ, അവിടുത്തെ അത്യുദാത്തമായ സംസ്കാരത്തെക്കുറിച്ച് അല്പമെങ്കിലും പറയാൻ, അവിടുത്തെ ഒരു വ്യക്തിയെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ലോകത്തെ പരിചയപ്പെടുത്താൻ പിന്നെവിടെയാണ് അവസരം? പിന്നെവിടെയാണ് സമയം? ഇത് കേൾക്കാൻ ആരാണ് ലോകത്തുള്ളത്? അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെതിരെ, പലപ്പോഴും കിട്ടുന്ന സമയം മുത്തനബിയെ അനുസ്മരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെതിരെ കേൾക്കുന്ന അപശബ്ദങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമായി, ഏറ്റവും വലിയ ഭീഷണിയായി തന്നെ സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഈ ലോകം. പ്രവാചകരുടെ സ്മരണ ലോകത്തിൽ നിന്ന് എടുത്തു കളയുകയാണ് ഇന്നത്തെ നില. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്ത് കണ്ണിൽ നിന്ന് വെള്ളമൊഴുകിയെന്ന് മാത്രമല്ല, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട അവിടുത്തെ പിരിശപ്പെട്ട സ്വഹാബാക്കൾ എന്നുമെന്നും ആ നബിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് കരയുകയും അനുസ്മരിക്കുകയും ചെയ്തപ്പോ നമുക്ക് അനുസ്മരിച്ചുകൂടാ, കരഞ്ഞുകൂടാ, ലോകത്തിന്റെ മുമ്പിൽ ഇത് തുറന്നു പറയാനും പാടില്ല. ഇതിനും വേണം തെളിവ്. മുത്തനബി മൗലൂദ് കഴിക്കണം,
അബൂബക്കർ സിദ്ദീഖ് മൗലിദ് കഴിക്കണോ, റബീഉൽ അവ്വൽ മാത്രം വല്ലതും കഴിക്കണോ എന്ന് പറയുന്നത് എത്ര മഹാമോശമാണ്. ഇതിനൊരു അവസരമുണ്ടോ എന്നൊന്നും അനുസ്മരിച്ചിരുന്ന ആളുകൾ. അവിടത്തെ തിരുകവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ കുന്തസ്സവാദലിനാദിരി, എന്നെ കണ്ണിന്റെ കൃഷ്ണമണിയല്ലേ, അത് അവിടെ നിന്നായിരുന്നു കറുപ്പ് ഭാഗം. അങ്ങയെക്കുറിച്ച് ഓർത്ത് സങ്കടം നിവൃത്തിയില്ലാതെ, സങ്കടമടക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞ് 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 രക്തമൊഴുകി അവസാനം എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. കാഴ്ച നഷ്ടപ്പെട്ട മഹാനർ പറയാ, തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ പേരിൽ കരഞ്ഞുകൊണ്ട് എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങായിരുന്നു എനിക്ക് പ്രശ്നം, അങ്ങയായിരുന്നു എന്റെ മനസ്സ് നിറയെ. അങ്ങ് പോയെങ്കിൽ പിന്നെ ഇനി ആര് മരിക്കട്ടെ എനിക്ക് പ്രശ്നമല്ല, എന്റെ കണ്ണ് പോകട്ടെ പ്രശ്നമല്ല, ഞാൻ മരിക്കട്ടെ പ്രശ്നമല്ല എന്ന് തന്റെ വിശ്വകവി, തന്റെ പ്രശസ്ത കവി, തന്റെ ഇഷ്ടകവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നത് മദീനത്ത് ഹിജ്റത്ത് ശരീഫയിൽ വേർപെട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയായിരുന്നു. എന്ന് തുടങ്ങി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് 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 ആരാരുമില്ലാത്ത തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്മരണ ഹൃദയത്തിൽ വന്നപ്പോ ഓർത്തോർത്തു പറഞ്ഞു, നബിയേ, അവിടെ നിന്ന് ഖുതുബ നിർവഹിച്ചിരുന്ന ഈന്തപ്പനയുടെ തടി പോലും അവിടെ നിന്ന് ഒരൽപ്പം ദുന്യാവിൽ നിന്ന് വേർപ്പെട്ടപ്പോ ഏങ്ങിക്കരഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഈന്തപ്പനയുടെ തടി കരഞ്ഞെങ്കിൽ ബുദ്ധിയുള്ള ഞങ്ങളെത്ര കരയണം, വിവേകമുള്ള ഞങ്ങളെത്ര കരയണം, അവിടത്തെ കൊണ്ട് നേട്ടം കിട്ടിയ ഞങ്ങളെത്ര കരയണം. ഞങ്ങൾ കരയാൻ ബന്ധപ്പെട്ടവരല്ലേ. എന്ന അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് അവസാനം വരെയുള്ള ഓരോ ഖണ്ഡം പറയുമ്പോഴും ഓരോ കാര്യം പറയുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, അവിടത്തേക്ക് അല്ലാഹുവിന്റെ സ്വലാത്തുണ്ടാവട്ടെ, അവിടത്തേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് വിളിച്ച് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ച് നബി തങ്ങളോട് സങ്കടം പറഞ്ഞ് അനുസ്മരിച്ച കഥ സ്വഹീഹായ ചരിത്രങ്ങളിലും ഹദീസുകളിലും കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ഇതായിരുന്നു. മദീനത്ത് നിൽക്കാൻ വയ്യാഞ്ഞിട്ട്, മദീനത്ത് താമസിക്കാൻ വയ്യാഞ്ഞിട്ട്, മദീനയുടെ ഓരങ്ങളിലൂടെ നടക്കുമ്പോ അവിടത്തെ ഓർമ്മ ഹൃദയത്തിൽ വരുന്നത് തടുക്കാൻ പറ്റാഞ്ഞിട്ട്, ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൽ ഒതുക്കാൻ പറ്റാഞ്ഞിട്ടാണ് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു മദീനത്തിൽ നിന്ന് രാജ്യം വിട്ട് ഷാമിലേക്ക് കടന്നത് എന്ന് ചരിത്രം പറയുമ്പോൾ പ്രവാചക സ്നേഹികളായ ആ സ്വഹാബത്തിന്റെ പിൻതലമുറയിൽ അവസാനത്തെ കണ്ണികളിൽ തന്നെ വന്നു നിൽക്കുന്ന നമുക്ക് റബീഉൽ അവ്വലിൽ ആണ്ടിലൊരിക്കൽ പോലും, അതും റബീഉൽ അവ്വലിലെ 12ന്റെ അന്നൊരൊറ്റ ദിനമെങ്കിലും ആ നബിയെ ഓർത്തുകൂടാ, ആ നബിയെ അനുസ്മരിച്ചുകൂടാ, അവിടുത്തെ വ്യക്തിത്വം അനാവരണം ചെയ്തുകൂടാ, അവിടുത്തെ വ്യക്തിയെ അപദാനം ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ ഇതെന്തുമാത്രം ഭോഷ്കാണ്, ഇതെന്തുമാത്രം ധിക്കാരമാണ്, എന്തൊരു പ്രവാചക നിന്ദയാണത്. അള്ളാഹു ഇത്തരം നിന്ദകളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ തമ്പുരാന്, നിന്റെ ഹബീബായ നബിയുടെ പേരിൽ ഞങ്ങൾ ഈ ഒത്തുകൂടിയതിന് നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ. റഹ്മാനെ, ഞങ്ങളുടെ സകലവിധ പാപങ്ങളും ഇതിൻ ഫലമായി നീ ഞങ്ങൾക്ക് പൊറുക്കണമേ. തമ്പുരാനെ, ജീവിതത്തിലെമ്പാടും തെറ്റുകൾ വന്നുപോയ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നിന്റെ ഹബീബായ നബിയോടുള്ള സ്നേഹത്തെ മാനിച്ചെങ്കിലും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. തമ്പുരാനെ, നിന്റെ ഹബീബായ നബിയുടെ മുൻപാകെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മഹ്ശറിൽ വെച്ച് വായിച്ച് നീ ഞങ്ങളെ അപമാനപ്പെടുത്തരുതേ. തമ്പുരാനെ, അവിടുത്തെ തിരുചര്യയിൽ നിന്നും അവിടുത്തെ തിരുവ്യക്തിത്വത്തിൽ നിന്നും അവിടുത്തെ ഭാവങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നതും ഞങ്ങൾ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളും അവിടുത്തെ തിരുമുൻപിൽ ഞങ്ങളുടെ കാടുകളിൽ നിന്നും വായിച്ച് നീ ഞങ്ങളെ മാനം കെടുത്തരുതേ. തമ്പുരാനെ, ക്രോധത്തോടുകൂടെയുള്ള അവിടുത്തെ നോട്ടം നീ ഞങ്ങൾക്ക് നേരെ എറിയാൻ അവസരം നൽകരുതേ. തമ്പുരാനെ, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസറിലെ ജലം കോരിക്കൊടുക്കുമ്പോൾ ഏതെങ്കിലും കൂട്ടർക്ക് വാങ്ങാൻ സൗകര്യം കിട്ടുമെങ്കിൽ ഞങ്ങൾക്കും നീ ആ സൗകര്യം നൽകണമേ. റഹ്മാനെ, റഹ്മാനും റഹീമുമായ തമ്പുരാനെ, നിന്റെ അടിയങ്ങളിൽ നിന്നും പുന്നാര നബിയുടെ സമുദായത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകളെ നബിതങ്ങൾ ആട്ടി ഓടിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആട്ടി ഓടിക്കുന്ന ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തരുതേ. റഹ്മാനെ, അവിടുത്തെ തിരുപതാക്കികളിൽ ഞങ്ങളെ നീ ഏകീകരിക്കണമേ. തമ്പുരാനെ, അവിടുത്തെ പതാക്കികളിൽ നീ ഞങ്ങളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടണമേ. തമ്പുരാനെ, അവിടുത്തെ ഷഫാഅത്തിനെ ഞങ്ങൾക്ക് നിഷേധിക്കരുതേ. തമ്പുരാനെ, അവിടത്തേക്കുള്ള വസീലയാക്കി ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിനെയും ഞങ്ങൾ ചെയ്യുന്ന അമലുകളെയും നീ സ്വീകരിക്കണമേ. തമ്പുരാനെ, പുന്നാര നബിയുടെ സുഹബത്ത്, പുന്നാര നബിയുടെ ഹുബ്ബ്, ഇതൊന്നും ഹൃദയത്തിൽ ലവലേശമില്ലാതെ കേൾക്കുന്നത് കേട്ടു മാത്രം ഹൃദയം രോമാഞ്ചം കൊള്ളുന്ന ഞങ്ങളുടെ ഈമാൻ നീ വർദ്ധിപ്പിക്കണമേ. തമ്പുരാനെ,
നീ കാമിലാക്കണമേ തമ്പുരാനെ. നിന്റെ ഹബീബായ നബിയോടുള്ള സാക്ഷാത്കാരത്തിലെ ഹുബ്ബ് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നൽകണമേ തമ്പുരാനെ. നിന്റെ ഹബീബായ നബിയെ അതുവഴി ദുന്യാവിൽ വെച്ച് തന്നെ കാണാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകണമേ തമ്പുരാനെ. നിന്നെ കണ്ട ആ വദനം നീ ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ. നിന്നെ കണ്ട ആ നയനങ്ങൾ നീ ഞങ്ങളെ കാണിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബായ നബി തങ്ങൾ സ്വർഗം തുറന്ന് സ്വർഗത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ നബിയോടൊപ്പം തന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച് അവിടുത്തെ ജിവാറിൽ കഴിയാൻ, നിന്നെ കണ്ടുകൊണ്ട് സദാ കഴിയാൻ നീ ഞങ്ങളെ തുണക്കേണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളെ തുണക്കേണമേ റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഭാര്യാമക്കളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ജ്യേഷ്ഠാനുജന്മാരെ തുണക്കേണമേ തമ്പുരാനെ. സഹോദരന്മാരെയും സഹോദരിമാരെയും തുണക്കേണമേ തമ്പുരാനെ. ഇൽമിന്റെ പേരിൽ സഹവാസവും ബന്ധവും ഉള്ളവരെ തുണക്കേണമേ തമ്പുരാനെ. ഞങ്ങൾ സ്നേഹിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ കടപ്പെട്ട, ഞങ്ങളോട് കടപ്പെട്ട ഏവരെയും നീ അതിനനുഗ്രഹിക്കണമേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.